ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ 700 വർഷം പിന്നോട്ട് സഞ്ചരിക്കുകയാണ്. 1325 വർഷത്തിലെ മൊറോക്കോയിലെ ടാഞ്ചിയർ എന്ന തുറമുഖ നഗരത്തിൻ്റെ സായം സന്ധ്യയിലേക്ക്. നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു യുവ പണ്ഡിതനിൽ നിന്നാണ്. പുസ്തകത്താളുകളിൽ മാത്രം വായിച്ചെറിഞ്ഞ ദൂരദേശങ്ങളെക്കുറിച്ച് എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു ചെറുപ്പക്കാരൻ. മക്കയിലേക്കുള്ള ഒരു സാധാരണ തീർത്ഥാടനമെന്ന് കരുതി അദ്ദേഹം വെച്ച ആദ്യത്തെ ആ കാൽവെപ്പിൽ നമുക്കും പങ്കുചേരാം. വെറും 16 മാസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. എന്നാൽ ആ യാത്ര മക്കയിൽ അവസാനിച്ചില്ല. അത് 30 വർഷത്തോളം നീണ്ടു. അന്നത്തെ ലോകം മുഴുവൻ താണ്ടി 75,000 മൈലുകൾ പിന്നിട്ടു. അദ്ദേഹം ഒരു ഭ്രാന്തൻ സുൽത്താൻ്റെ കൊട്ടാരത്തിലെത്തിച്ചേരും. അവിടെ അളവറ്റ സമ്പത്തും അപ്രതീക്ഷിതമായ മരണവും ഒരുപോലെയായിരുന്നു. കടൽ കൊള്ളക്കാരെയും മഹാമാരികളെയും അതിജീവിച്ച് തനിക്കുണ്ടായിരുന്നതെല്ലാം ഒരു നിമിഷം കൊണ്ട് കവർന്നെടുത്ത ഒരു കപ്പലപകടത്തെ അദ്ദേഹം നേരിടും. മാലിദ്വീപുകളിലെ പവിഴദ്വീപുകളിൽ അദ്ദേഹം ശാന്തത കണ്ടെത്തും. പക്ഷേ അധികം വൈകാതെ അവിടുത്തെ രാജ്ഞിയുടെ കൊട്ടാരത്തിലെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം കുടുങ്ങിപ്പോകും. അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്ന ലോകത്തിൻ്റെ അറ്റത്തേക്ക് അദ്ദേഹം യാത്ര ചെയ്യും. കടലാസു പണവും പട്ടുപാതകളും നിറഞ്ഞ നിഗൂഢമായ ചൈനയിലേക്ക്. തൻ്റെ യാത്രയുടെ അവസാനത്തിൽ സ്വർണം നിറഞ്ഞ മാലി സാമ്രാജ്യത്തിലേക്ക് മണൽക്കടലായ സഹാറ മരുഭൂമി അദ്ദേഹം കടന്നുപോകും. ഒന്നോർത്തു നോക്കൂ, വഴി കാണിക്കാൻ ഗൂഗിൾ മാപ്പില്ല. ധൈര്യവും വിശ്വാസവും പിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളും മാത്രം. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയുടെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ 30 വർഷത്തെ ആ മഹായാത്ര നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകളിലൂടെയാണ്. ഇനി നമുക്ക് നമ്മുടെ ലോകം മറക്കാം. അന്നേവരെ മറ്റാരും കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ലോകം കണ്ട ആ മനുഷ്യൻ്റെ കാൽപ്പാടുകളെ നമുക്കിന്ന് രാത്രി പിന്തുടരാം. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താൽപ്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥ തുടങ്ങുമ്പോൾ ഇബ്നു ബത്തൂത്തയ്ക്ക് 21 വയസ്സാണ് പ്രായം. ടാഞ്ചിയറിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച നിയമവും മതപഠനവും ഒക്കെ പൂർത്തിയാക്കിയ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ മുന്നിൽ സുരക്ഷിതമായൊരു ഭാവിയുണ്ട്. ഒരു ഖാസിയായി അഥവാ ഒരു ന്യായാധിപനായി ജോലി ചെയ്തുകൊണ്ട് കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി ജീവിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതായിരുന്നില്ല. പുസ്തകങ്ങളിൽ വായിച്ചറിഞ്ഞ ദൂരദേശങ്ങളെക്കുറിച്ചുള്ള കഥകൾ അയാളുടെ ഉറക്കം കെടുത്തുന്നു. മക്കയിലേക്കൊരു ഹജ്ജ് യാത്ര നടത്തുക എന്നത് ഏതൊരു മുസ്ലിമിൻ്റെയും ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ്. പക്ഷേ ഇബ്നു ബത്തൂത്തയെ സംബന്ധിച്ചിടത്തോളം അതൊരു തുടക്കം മാത്രമായിരുന്നു. ലോകം കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെ ഒരു മറ മാത്രമായിരുന്നു ആ ഹജ്ജ് യാത്ര. 1325 ജൂൺ മാസം 14-ാം തീയതി. ആ ദിവസമാണ് അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നത്. മാതാപിതാക്കൾക്ക് വലിയ വിഷമമുണ്ട്. ഇത്രയും ദൂരേക്ക്, അതും ഒറ്റയ്ക്ക് പോകുന്ന മകനെക്കുറിച്ചോർത്ത് അവർക്ക് ആദിയാണ്. അന്നത്തെ കാലത്ത് അങ്ങനെയൊരു യാത്ര മരണത്തിലേക്കുള്ള യാത്രയായി കാണുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. വഴിയിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ, രോഗങ്ങൾ, കൊള്ളക്കാർ, കാലാവസ്ഥയുടെ വെല്ലുവിളികൾ, എന്തും സംഭവിക്കാം. തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത യാത്ര. അദ്ദേഹം പിന്നീട് തൻ്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്, ആ യാത്ര പറച്ചിൽ എത്രത്തോളം വേദന നിറഞ്ഞതായിരുന്നുവെന്ന്. വീട്ടുകാരെ പിരിയുന്ന ദുഃഖവും ഒറ്റയ്ക്കാവുന്നതിൻ്റെ ഭയവും ഒരു വശത്ത്, മറുവശത്ത് ലോകം കാണാൻ പോകുന്നതിൻ്റെ അടക്കാനാവാത്ത ആവേശവും. അദ്ദേഹം യാത്ര തുടങ്ങുന്നത് ഒരു കഴുതയുടെ പുറത്താണ്, വടക്കേ ആഫ്രിക്കയുടെ തീരദേശപാതയിലൂടെ കിഴക്കോട്ട്. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ അദ്ദേഹം ശരിക്കും ഒറ്റയ്ക്കാണ്. ആകാശവും മണൽ നിറഞ്ഞ വഴികളും പിന്നെ ഇടയ്ക്കിടെ കാണുന്ന അപരിചിതരായ മുഖങ്ങളും മാത്രം. ആ യാത്രയിലെ ഒറ്റപ്പെടൽ അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. ചെറുപ്പമാണ്, ആദ്യമായിട്ടാണ് വീട് വിട്ടു നിൽക്കുന്നത്.
രാത്രിയാവുമ്പോൾ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിക്കിടക്കുമ്പോൾ വീട്ടുകാരെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹത്തെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. ഈ യാത്ര വേണമായിരുന്നോ എന്നുപോലും ഒരു വേള ചിന്തിച്ചു പോകുന്നു. പക്ഷെ പിറ്റേന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ ലോകം കാണാനുള്ള ആഗ്രഹം ആ സങ്കടങ്ങളെ മായ്ച്ചു കളയുന്നു. അധികം വൈകാതെ തൻ്റെ അതേ ലക്ഷ്യസ്ഥാനത്തേക്ക്, അതായത് മക്കയിലേക്ക് പോകുന്ന ഒരു യാത്രാ സംഘത്തെ അദ്ദേഹം കണ്ടെത്തുന്നു. അതൊരു വലിയ ആശ്വാസമായിരുന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അത്ര സുരക്ഷിതമല്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ സംഘത്തോടൊപ്പം ചേരുന്നു. ഇനി യാത്ര ഒറ്റയ്ക്കല്ല. ഒട്ടകങ്ങളും കഴുതകളും കച്ചവടക്കാരും തീർത്ഥാടകരുമെല്ലാമുള്ള ഒരു വലിയ സംഘം. ആ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എന്നാൽ ഏറ്റവും അറിവുള്ളവരിൽ ഒരാളായിരുന്നു ഇബ്നു ബത്തൂത്ത. തൻ്റെ നിയമത്തിലുള്ള പാണ്ഡിത്യം കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ സംഘത്തിലെ മുതിർന്നവരുടെ ബഹുമാനം പിടിച്ചുപറ്റുന്നു. അവർ അദ്ദേഹത്തെ ഒരു വഴികാട്ടിയെപ്പോലെയും ന്യായാധിപനെ പോലെയും ഒക്കെ കാണാൻ തുടങ്ങി. യാത്രമധ്യേ ഉണ്ടാകുന്ന ചെറിയ തർക്കങ്ങൾ പരിഹരിക്കാൻ ആളുകൾ അദ്ദേഹത്തെ സമീപിക്കുന്നു. ഇത് അദ്ദേഹത്തിനൊരു പുതിയ ആത്മവിശ്വാസം നൽകുന്നു. ടാഞ്ചേറിലെ ആ സാധാരണ ചെറുപ്പക്കാരൻ ലോകം കണ്ടു തുടങ്ങുകയാണ്. അവർ ആദ്യം എത്തുന്ന പ്രധാനപ്പെട്ട പട്ടണം ഇന്നത്തെ അൾജീരിയയിലുള്ള ട്ലെംസൺ ആണ്. അതൊരു വലിയ നഗരമാണ്. പല നാടുകളിൽ നിന്നുള്ള കച്ചവടക്കാർ, പണ്ഡിതന്മാർ, പലതരം വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യർ. ടാഞ്ചീറുമായി താരതമ്യപ്പെടുമ്പോൾ അതൊരു അത്ഭുത ലോകം പോലെയാണ് ഇബ്നു ബത്തൂതയ്ക്ക് തോന്നുന്നത്. അവിടുത്തെ ഭരണാധികാരിയെ സന്ദർശിച്ച് അദ്ദേഹത്തിൽ നിന്ന് സമ്മാനങ്ങളൊക്കെ വാങ്ങിയാണ് യാത്ര തുടരുന്നത്. എന്നാൽ ഈ യാത്രയ്ക്കിടയിൽ അദ്ദേഹത്തിന് ആദ്യത്തെ വെല്ലുവിളി നേരിടേണ്ടി വരുന്നു. അദ്ദേഹത്തിന് കടുത്ത പനി പിടിക്കുന്നു. ശരീരം തളർന്നു പോകുന്ന അത്രയ്ക്ക് ശക്തമായ പനി. യാത്രാസംഘം മുന്നോട്ടു പോവുകയാണ്. അവർക്ക് വേണ്ടി ആരും കാത്തുനിൽക്കില്ല. സുഖമാവുന്നതുവരെ ഏതെങ്കിലും സത്രത്തിൽ തങ്ങാൻ സുഹൃത്തുക്കൾ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ ഇബ്നു ബത്തൂത്ത അതിന് തയ്യാറല്ല. തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകരുതെന്ന് അദ്ദേഹം സുഹൃത്തുക്കളോട് അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം കണ്ട് അവർ അദ്ദേഹത്തെ ഒരു പുതപ്പിൽ പൊതിഞ്ഞ് കുതിരപ്പുറത്ത് കെട്ടിവെച്ച് യാത്ര തുടരുന്നു. ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. അത്രയ്ക്ക് ഗുരുതരമായ അസുഖമായിരുന്നിട്ടും എങ്ങനെയാണ് അദ്ദേഹം ആ യാത്ര തുടർന്നതെന്ന്. ഒരുപക്ഷേ ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയമായിരിക്കാം ആ രോഗത്തേക്കാൾ വലുത്. ക്ഷീണം കൊണ്ട് കുതിരപ്പുറത്തു നിന്ന് താഴെ വീഴുമെന്ന് തോന്നുമ്പോൾ അദ്ദേഹം സ്വയം ബെൽറ്റ് കൊണ്ട് കുതിരയോട് ചേർത്ത് കെട്ടുന്നു. ആ സമയത്ത് മരണം മുന്നിൽ കണ്ട നിമിഷങ്ങളുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് രേഖപ്പെടുത്തുന്നുണ്ട്. അസുഖം മാറും, പക്ഷേ ഈ യാത്രാസംഘം നഷ്ടപ്പെട്ടാൽ താൻ പിന്നെയും ഒറ്റയ്ക്കാവും. ആ ചിന്തയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. അവസാനം അടുത്ത പട്ടണമായ ട്യൂണിസിലെത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അസുഖം പതിയെ ഭേദമായി തുടങ്ങിയിരുന്നു. ഈ ഒരൊറ്റ സംഭവം മതിയായിരുന്നു വരാനിരിക്കുന്ന 30 വർഷത്തെ യാത്രകളിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. ട്യൂണിസിൽ നിന്ന് ആരോഗ്യം വീണ്ടെടുത്ത ഇബ്നു ബത്തൂത്തയുടെ മനസ്സിൽ ഇപ്പോൾ പുതിയൊരു ആവേശമാണ്. വടക്കേ ആഫ്രിക്കയുടെ തീരദേശയാത്ര അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വരാനിരിക്കുന്ന കാഴ്ചകളുടെ ഒരു ചെറിയ തുടക്കം മാത്രമായിരുന്നു. ട്യൂണിസിൽ വെച്ച് അദ്ദേഹം കുറച്ചുകാലം താമസിച്ച് പഠനം തുടരുന്നുണ്ട്. അവിടുത്തെ പണ്ഡിതന്മാരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, താൻ പഠിച്ച നിയമമൊക്കെ ശരി തന്നെ, പക്ഷേ ലോകം അതിനേക്കാൾ എത്രയോ വലുതാണെന്ന്. ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു രസകരമായ സംഭവം നടക്കുന്നത്. യാത്രക്കിടയിലെ ഒറ്റപ്പെടൽ മാറ്റാൻ അദ്ദേഹം ഒരു കല്യാണം കഴിക്കുന്നു. പക്ഷേ ആ ബന്ധം അധിക നാൾ നീണ്ടു നിൽക്കുന്നില്ല. പുതിയ ഭാര്യയുടെ അച്ഛനുമായി എന്തോ ചെറിയ തർക്കമുണ്ടാവുകയും ആ ദേഷ്യത്തിൽ അദ്ദേഹം ആ ബന്ധം വേർപെടുത്തുകയും ചെയ്യുന്നു. ശേഷം ഉടനെ തന്നെ അദ്ദേഹം മറ്റൊരു വ്യാപാരിയുടെ മകളെ കല്യാണം കഴിക്കുന്നുമുണ്ട്. ഇതൊക്കെ വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത, എപ്പോഴും മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൻ്റെ സൂചനകളായി നമുക്കിതിനെ കാണാം. അങ്ങനെ വിവാഹവും വിവാഹമോചനവുമൊക്കെ കഴിഞ്ഞ് പുതിയ ഭാര്യയോടൊപ്പം അദ്ദേഹം ഈജിപ്റ്റ് ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. ഇനി അങ്ങോട്ട് യാത്ര കരയിലൂടെ മാത്രമല്ല, കടലിലൂടെയുമുണ്ട്. ലിബിയൻ തീരങ്ങളിലൂടെയുള്ള യാത്ര അത്ര സുഖകരമായിരുന്നില്ല. പക്ഷേ എല്ലാ കഷ്ടപ്പാടുകൾക്കും അവസാനം ദൂരെ ഒരു കാഴ്ച തെളിഞ്ഞു വരുന്നു. അലക്സാണ്ട്രിയ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ നഗരങ്ങളിലൊന്ന്. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ ഫറോസ് ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്ന നഗരം.
ഇബ്നു ബത്തൂത്ത എത്തുമ്പോഴേക്കും ആ ലൈറ്റ് ഹൗസ് ഭൂകമ്പത്തിൽ തകർന്ന് ഒരു കൽക്കൂമ്പാര മാത്രമായി മാറിയിരുന്നു. എങ്കിലും ആ തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾക്ക് പോലും ഒരു രാജകീയ പ്രൗഢിയുണ്ടായിരുന്നു. ആ കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. അലക്സാണ്ട്രിയയുടെ തുറമുഖം പല രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, പലതരം വസ്ത്രങ്ങൾ ധരിച്ചവർ. അങ്ങനെ ടാഞ്ചിയറിലെ ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു പ്രധാന കവലയിലാണ് എത്തി നിൽക്കുന്നത്. അലക്സാണ്ട്രിയ അദ്ദേഹത്തിന് ഒരു പുതിയ ലോകമായിരുന്നു. അതൊരു കച്ചവട കേന്ദ്രം മാത്രമല്ല, വലിയൊരു വിജ്ഞാന കേന്ദ്രം കൂടിയായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള പണ്ഡിതന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഇബ്നു ബത്തൂത്തയുടെ പ്രധാന ലക്ഷ്യം അവരെ കാണുക, അവരിൽ നിന്ന് പഠിക്കുക എന്നതായിരുന്നു. അദ്ദേഹം അവിടെ പ്രശസ്തരായ 2 പണ്ഡിതന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. അതിലൊരാൾ ബുർഹാനുദ്ദീൻ അൽ അറാജ് എന്ന ഒരു സൂഫി പണ്ഡിതനായിരുന്നു. ഇബ്നു ബത്തൂത്തയുടെ ജീവിതത്തിലെ ഒരു നിർണായകമായ കൂടിക്കാഴ്ചയായിരുന്നു അത്. ചരിത്രകാരന്മാർക്കിടയിൽ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളെക്കുറിച്ച് ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. കാരണം ഇബ്നു ബത്തൂത്ത പിന്നീട് എഴുതിയ പുസ്തകത്തിൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ബുർഹാനുദ്ദീൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു പ്രവചനം നടത്തിയത്രേ. "നിനക്ക് ദൂരദേശങ്ങൾ സന്ദർശിക്കാൻ വലിയ ഇഷ്ടമാണെന്ന് ഞാൻ കാണുന്നു," അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഇന്ത്യയിലെയും ചൈനയിലെയും സിന്ധിലെയും തൻ്റെ ആത്മീയ സഹോദരന്മാരുടെ പേരു പറഞ്ഞ് അവിടെ എത്തുമ്പോൾ എൻ്റെ അന്വേഷണം അവരെ അറിയിക്കണം എന്നും കൂട്ടിച്ചേർത്തു. ഇതൊരു സാധാരണ സംഭാഷണമായിരുന്നില്ല. ആ നിമിഷം വരെ ഇബ്നു ബത്തൂത്തയുടെ മനസ്സിൽ ഇന്ത്യയോ ചൈനയോ ഒരു ലക്ഷ്യമായി ഉണ്ടായിരുന്നില്ല. ഹജ്ജ് കഴിഞ്ഞ് ഒരുപക്ഷെ സിറിയയും പലസ്തീനുമൊക്കെ സന്ദർശിച്ച് തിരികെ വീട്ടിലേക്ക് മടങ്ങാനായിരിക്കാം അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ പ്രവചനം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പുതിയ വിത്തുപാകി. തന്റെ യാത്ര മക്കയിൽ അവസാനിക്കേണ്ടതല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് ദൂരം പോകാനുണ്ടെന്നൊരു തോന്നൽ ആദ്യമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ ശക്തമാവുന്നത് ഒരുപക്ഷെ ആ നിമിഷത്തിലായിരിക്കാം. അതൊരു പ്രവചനമായിരുന്നോ, അതോ ഒരു ചെറുപ്പക്കാരന്റെ ഉള്ളിലെ അടങ്ങാത്ത ആഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ ഒരു സൂഫി വര്യന്റെ പ്രോത്സാഹനമായിരുന്നോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ വാക്കുകൾ ഇബ്നു ബത്തൂത്തയുടെ യാത്രയുടെ ദിശ മാറ്റുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചു. അങ്ങനെ അലക്സാണ്ട്രിയയിലെ കുറച്ചുനാളത്തെ താമസത്തിനു ശേഷം അദ്ദേഹം തന്റെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു. മംലൂക്ക് സാമ്രാജ്യത്തിന്റെ ഹൃദയമായ ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ കെയ്റോയിലേക്ക്. കെയ്റോ, 14-ാം നൂറ്റാണ്ടിലെ കെയ്റോ ഇന്നത്തെ പോലെയല്ല. അത് ലോകത്തിന്റെ കേന്ദ്രമാണ്. യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള കച്ചവടപാതകൾ സംഗമിക്കുന്ന സ്ഥലം. നൈൽ നദിയുടെ കരയിൽ തലയുർത്തി നിൽക്കുന്ന പിരമിഡുകളും സ്ഫിങ്സുമൊക്കെ ദൂരെ നിന്ന് കാണാം. പക്ഷേ ഇബ്നു ബത്തൂത്തയെ ആകർഷിച്ചത് ആ പുരാതന അത്ഭുതങ്ങളെക്കാൾ ആ നഗരത്തിന്റെ ജീവസുറ്റ അന്തരീക്ഷമാണ്. ഇടുങ്ങിയ തെരുവുകളിലൂടെ ഒഴുകി നീങ്ങുന്ന ജനക്കൂട്ടം, സുഗന്ധദ്രവ്യങ്ങളുടെയും ഭക്ഷണസാധനങ്ങളുടെയും മൃഗങ്ങളുടെയും എല്ലാം ഇടകലർന്ന ഗന്ധം, ആയിരക്കണക്കിന് പള്ളികൾ, മദ്രസകൾ, ആശുപത്രികൾ, വലിയ മാർക്കറ്റുകൾ. അക്കാലത്തെ യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരമായ ലണ്ടനുമായി താരതമ്യം ചെയ്താൽ പോലും കെയ്റോ ഒരു പടുകൂറ്റൻ നഗരമാണ്. അദ്ദേഹം കെയ്റോയിൽ ഏകദേശം 1 മാസത്തോളം താമസിച്ചു. ഈ സമയം അത്രയും അദ്ദേഹം ചെയ്തത് അവിടുത്തെ പണ്ഡിതന്മാരെയും സൂഫി വര്യന്മാരെയും സന്ദർശിക്കുക, അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക, അവരുമായി സംവദിക്കുക എന്നതായിരുന്നു. തൻ്റെ നിയമത്തിലുള്ള അറിവ് അദ്ദേഹത്തിന് എല്ലായിടത്തും ബഹുമാനം നേടിക്കൊടുത്തു. അങ്ങനെ കെയ്റോയിലെ ജീവിതം അദ്ദേഹത്തിന് ഒരുപാട് പുതിയ അറിവുകൾ നൽകി. ലോകം എത്രത്തോളം വലുതാണെന്നും താൻ ഇനിയും എത്രമാത്രം കാണാനും പഠിക്കാനുമുണ്ടെന്നും അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. ഒരുപക്ഷെ ഈ ഈജിപ്തിലെ ഈ അനുഭവങ്ങളാണ് ഒരു സാധാരണ തീർത്ഥാടകനിൽ നിന്ന് ഒരു ലോക സഞ്ചാരിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റം പൂർത്തിയാക്കിയത്. കെയ്റോയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രയ്ക്ക് സാധാരണയായി 2 വഴികളാണുള്ളത്. ഒന്ന്, സിനായ് മരുഭൂമി കടന്ന് ഡമാസ്കസിലേക്കും അവിടെ നിന്ന് തെക്കോട്ട് മക്കയിലേക്കും. അതായിരുന്നു ഏറ്റവും സുരക്ഷിതവും സാധാരണയായി തീർത്ഥാടകർ തിരഞ്ഞെടുക്കുന്നതുമായ വഴി. രണ്ടാമത്തേത്, നൈൽ നദിയിലൂടെ തെക്കോട്ട് സഞ്ചരിച്ച് ചെങ്കടൽ തീരത്തുള്ള ഒരു തുറമുഖത്തെത്തി അവിടെ നിന്ന് കപ്പലിൽ സൗദി അറേബ്യയിലേക്ക് പോവുക. ഈ രണ്ടാമത്തെ വഴി അത്ര സാധാരണമല്ല, കുറച്ചുകൂടി അപകടം പിടിച്ചതുമാണ്. പക്ഷേ ഇബ്നു ബത്തൂത്ത തിരഞ്ഞെടുത്തത് ആ വഴിയായിരുന്നു. എപ്പോഴും പുതിയ വഴികൾ തേടുന്ന, പുതിയ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇവിടെയും പ്രകടമാണ്. അദ്ദേഹം ഒരു യാത്രാ സംഘത്തോടൊപ്പം
നൈൽ നദിയിലൂടെ മുകളിലേക്ക്, അതായത് തെക്കോട്ട് യാത്ര തുടങ്ങി. നദിയുടെ ഇരുകരങ്ങളിലുമുള്ള ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും പുരാതന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടുകൊണ്ടുള്ള ആ യാത്ര അദ്ദേഹത്തിന് പുതിയൊരു അനുഭവമായിരുന്നു. പക്ഷേ ചെങ്കടലിൻ്റെ തീരത്തുള്ള ഐദാബ് എന്ന തുറമുഖ പട്ടണത്തിനടുത്തെത്തിയപ്പോൾ യാത്ര തടസ്സപ്പെട്ടു. അവിടെ പ്രാദേശിക ഭരണാധികാരിയും മംലൂക്ക് സുൽത്താനും തമ്മിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ചെങ്കടൽ കടക്കാനുള്ള എല്ലാ വഴികളും അടഞ്ഞു. കപ്പലുകളൊന്നും പോകുന്നില്ല. ഇബ്നു ബത്തൂത്തയ്ക്കും സംഘത്തിനും നിരാശരായി കെയ്റോയിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു. ഇതൊരു വലിയ തിരിച്ചടിയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് അപകടം പിടിച്ച വഴി തെരഞ്ഞെടുത്തു വന്നിട്ട് ലക്ഷ്യത്തിലെത്താൻ പറ്റിയില്ല. പക്ഷേ ഇബ്നു ബത്തൂത്ത തളർന്നില്ല. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കെയ്റോയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഇത്തവണ സുരക്ഷിതമായ ആ വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. വിശുദ്ധ നഗരങ്ങളായ ജെറൂസലേമും ഹെബ്രോണും ബെത്ലഹേമും സന്ദർശിച്ച് സിറിയയിലെ ഡമാസ്കസിലൂടെ മക്കയിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ പ്രധാന പാത. അങ്ങനെ രണ്ടാമത്തെ ശ്രമത്തിൽ പല നാടുകൾ താണ്ടി പല പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് ഒടുവിൽ അദ്ദേഹം ഡമാസ്കസിലെത്തിച്ചേർന്നു. അവിടെ നിന്നാണ് ആ വർഷത്തെ ഏറ്റവും വലിയ ഹജ്ജ് യാത്രാ സംഘം മക്കയിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുന്നത്. ആയിരക്കണക്കിന് തീർത്ഥാടകരുള്ള ആ വലിയ സംഘത്തോടൊപ്പം തൻ്റെ യാത്രയുടെ ആദ്യത്തെ വലിയ ലക്ഷ്യമായ മക്കയിലേക്ക് അദ്ദേഹം യാത്ര തുടർന്നു. മക്കയിലെത്തി ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയപ്പോൾ ഇബ്നു ബത്തൂത്തയുടെ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നം സഫലമായി. ടാഞ്ചിയറിൽ നിന്ന് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇതുതന്നെയായിരുന്നു. ഇനി വേണമെങ്കിൽ വന്ന വഴിയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴികളിലൂടെയോ തിരികെ വീട്ടിലേക്ക് പോകാം. മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും വീണ്ടും കാണാം. ഒരു സാധാരണ മനുഷ്യൻ അങ്ങനെയേ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ ഈജിപ്തിലെ അനുഭവങ്ങളും അവിടുത്തെ സൂഫി വര്യൻ്റെ പ്രവചനവുമൊക്കെ അദ്ദേഹത്തെ അപ്പോഴേക്കും ഒരു സാധാരണ തീർത്ഥാടകനിൽ നിന്ന് മാറ്റിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ലോകം കാണാനുള്ള ആഗ്രഹം ഒരു ലഹരിയായി പടർന്നു പിടിച്ചിരുന്നു. മക്കയിൽ വെച്ച് അദ്ദേഹം പേർഷ്യയിലേക്കും ഇറാഖിലേക്കും പോകുന്ന ഒരു യാത്രാസംഘത്തെക്കുറിച്ച് കേൾക്കുന്നു. മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ പിൻഗാമികളായ ഇൽഖാനേറ്റ് എന്നറിയപ്പെടുന്ന രാജവംശമാണ് അവിടം ഭരിക്കുന്നത്. അതൊരു പുതിയ ലോകമാണ്. അറബ് ലോകത്തു നിന്ന് തികച്ചും വ്യത്യസ്തമായ സംസ്കാരമുള്ള ഒരിടം. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഇബ്നു ബത്തൂത്ത ആ സംഘത്തോടൊപ്പം ചേരാൻ തീരുമാനിച്ചു. വീട്ടിലേക്കുള്ള വഴി തൽക്കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. ഇത്തവണത്തെ യാത്ര അറേബ്യൻ മരുഭൂമിയുടെ ഹൃദയത്തിലൂടെയായിരുന്നു. വടക്കേ ആഫ്രിക്കയിലെ തീരദേശ യാത്ര പോലെയല്ല ഇത്. ഇവിടെ കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന മണൽക്കൂനകൾ മാത്രം. പകൽ ചുട്ടുപൊള്ളുന്ന ചൂടും രാത്രിയിൽ മരവിപ്പിക്കുന്ന തണുപ്പും. പക്ഷേ ആകാശത്തിന് ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണ്. ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന രാത്രിയിലെ മരുഭൂമിയിലെ ആകാശം കണ്ടാൽ ഈ യാത്രയുടെ എല്ലാ കഷ്ടപ്പാടുകളും മറന്നുപോകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആഴ്ചകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ മെസപ്പൊട്ടേമിയയുടെ ഫലഭൂയിഷ്ടമായ മണ്ണിലേക്ക് പ്രവേശിച്ചു. ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം വായിച്ചറിഞ്ഞിട്ടുള്ള ടൈഗ്രിസ്, യൂഫ്രട്ടീസ് നദികളെ ആദ്യമായി നേരിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതം തോന്നി. ഈ നദികളുടെ കരയിലാണല്ലോ മനുഷ്യ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം പിറന്നത്. പിന്നെ അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബാഗ്ദാദ് നഗരമായിരുന്നു. ഒരു കാലത്ത് ലോകത്തിൻ്റെ സാംസ്കാരികവും വൈജ്ഞാനികവുമായ തലസ്ഥാനമായിരുന്ന 1001 രാവുകളുടെ കഥകൾക്ക് പശ്ചാത്തലമായ ആ മഹാനഗരം. പക്ഷേ ഇബ്നു ബത്തൂത്ത കാണുന്ന ബാഗ്ദാദ് ആ പഴയ പ്രതാപത്തിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപ് 1258 ചെങ്കിസ് ഖാൻ്റെ കൊച്ചുമകനായ ഹുലാഗു ഖാൻ്റെ നേതൃത്വത്തിലുള്ള മംഗോൾ സൈന്യം ബാഗ്ദാദിനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയിരുന്നു. അവർ ആ നഗരത്തെ ഏതാണ്ട് പൂർണ്ണമായി നശിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ ഹൗസ് ഓഫ് വിസ്ഡം ഉൾപ്പെടെ എല്ലാം അഗ്നിക്കിരയാക്കി. ടൈഗ്രീസ് നദിയിലെ വെള്ളം ദിവസങ്ങളോളം കറുത്ത നിറത്തിലായിരുന്നു ഒഴുകിയത്. കത്തിച്ച പുസ്തകങ്ങളുടെ മഷി കൊണ്ടും കൊന്നൊടുക്കിയ പണ്ഡിതന്മാരുടെ രക്തം കൊണ്ടുമാണതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇബ്നു ബത്തൂത്ത എത്തുമ്പോഴേക്കും നഗരം പതിയെ പുനർനിർമ്മിക്കപ്പെടുന്നുണ്ടായിരുന്നു.
പക്ഷേ പഴയ ആത്മാവ് നഷ്ടപ്പെട്ടൊരു നഗരം പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ, വിജനമായ തെരുവുകൾ. അവിടുത്തെ പ്രായമായ ആളുകൾ ആ പഴയ കാലത്തെക്കുറിച്ചും മംഗോൾ ആക്രമണത്തിൻ്റെ ഭീകരതയെക്കുറിച്ചും കണ്ണീരോടെ സംസാരിക്കുന്ന അദ്ദേഹം കേട്ടു. അതൊരു പുതിയ അറിവായിരുന്നു. ചരിത്രമൊരു നഗരത്തെ എങ്ങനെ മാറ്റിവരച്ചു എന്ന് അദ്ദേഹം നേരിൽ കാണുകയായിരുന്നു. ബാഗ്ദാദിൽ നിന്നാണ് അദ്ദേഹം ഇൽഖാനേറ്റ് സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ അബൂ സയീദ് ബഹാദൂർ ഖാനെക്കുറിച്ച് കൂടുതൽ കേൾക്കുന്നത്. അബൂ സയീദ് ഖാൻ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്ന ഒരു രാജാവായിരുന്നില്ല. മംഗോളിയൻ പാരമ്പര്യമനുസരിച്ച് അദ്ദേഹം തൻ്റെ കൊട്ടാരവും സൈന്യവും ഉദ്യോഗസ്ഥ വൃന്ദവുമായി എപ്പോഴും യാത്രയിലായിരുന്നു. ഓർദു എന്നറിയപ്പെടുന്ന ഈ സഞ്ചരിക്കുന്ന നഗരം എവിടെയാണോ തമ്പടിക്കുന്നത് അതായിരിക്കും ആ സമയത്തെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു രാജാവിനെയും ഒരു തലസ്ഥാനത്തെയും കുറിച്ച് കേട്ടപ്പോൾ ഇബ്നു ബത്തൂത്തയുടെ ഉള്ളിലെ സഞ്ചാരിക്ക് അടങ്ങിയിരിക്കാനായില്ല. അദ്ദേഹത്തെ നേരിൽ കാണണം, ആ സഞ്ചരിക്കുന്ന നഗരജീവിതം എന്താണെന്നറിയണം. അങ്ങനെ അബൂ സയീദ് ഖാന്റെ ഓർദു എവിടെയാണെന്ന് അന്വേഷിച്ച് അദ്ദേഹം തൻ്റെ യാത്ര തുടർന്നു. വടക്കൻ പേർഷ്യയിലെ മലനിരകളിലൂടെയും താഴ്വരകളിലൂടെയും യാത്ര ചെയ്ത് ഒടുവിൽ അദ്ദേഹം ഖാന്റെ സഞ്ചരിക്കുന്ന നഗരത്തിനടുത്തെത്തി. ദൂരെ നിന്നേ ആ കാഴ്ച കാണാമായിരുന്നു. ആയിരക്കണക്കിന് കൂടാരങ്ങൾ നിരനിരയായി സ്ഥാപിച്ചിരിക്കുന്നു. പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള ഒരു വലിയ താഴ്വരയിലാണ് ആ താൽക്കാലിക നഗരം. പടുകൂറ്റൻ കൂടാരങ്ങൾ, സാധാരണ പടയാളികൾക്കുള്ള ചെറിയ കൂടാരങ്ങൾ, കച്ചവടക്കാരുടെ കൂടാരങ്ങൾ, ഭക്ഷണശാലകൾ. ശരിക്കും ഒരു നഗരം തന്നെ. പക്ഷേ കെട്ടിടങ്ങൾക്ക് പകരം തുണികൊണ്ടുള്ള കൂടാരങ്ങളാണെന്ന് മാത്രം. നടുവിൽ മറ്റുള്ളവയേക്കാൾ വലിപ്പവും അലങ്കാരവുമുള്ള ഒരു കൂടാരം. അത് ഖാന്റെ കൊട്ടാരമാണ്. പട്ടിന്റെയും സ്വർണ്ണനൂലുകളുടെയും വർണ്ണക്കാഴ്ച. ഇതിനു മുൻപ് ഒരിക്കലും ഇങ്ങനെയൊരു കാഴ്ച ഇബ്നു ബത്തൂത്ത കണ്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഖാന്റെ സദസ്സിൽ പ്രവേശനം നേടി. അബൂ സയ്യിദ് ഖാൻ ചെറുപ്പമാണ്. കലയെയും സംഗീതത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ സദസ്സിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള കവികളും പണ്ഡിതന്മാരും സംഗീതജ്ഞരുമുണ്ട്. അറബ് ലോകത്തെ നിയമപണ്ഡിതനായ ഒരു യുവസഞ്ചാരി എന്ന നിലയിൽ ഇബ്നു ബത്തൂത്തയ്ക്ക് അവിടെ നല്ല സ്വീകരണം ലഭിച്ചു. ഖാൻ അദ്ദേഹത്തിന് വിലയേറിയ സമ്മാനങ്ങൾ നൽകി. ഈ സഞ്ചരിക്കുന്ന നഗരത്തോടൊപ്പം കുറച്ചുകാലം യാത്ര ചെയ്യാനും അനുവാദം നൽകി. ആ ദിവസങ്ങൾ ഇബ്നു ബത്തൂത്തയ്ക്ക് പുതിയൊരു ലോകം തുറന്നുകൊടുത്തു. മംഗോളിയൻ ജീവിത രീതികൾ, അവരുടെ ഭക്ഷണം, വസ്ത്രധാരണം, നിയമങ്ങൾ എല്ലാം അറബ് ലോകത്ത് നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് സ്ത്രീകളുടെ കാര്യം തന്നെ എടുക്കാം. അറബ് ലോകത്ത് സ്ത്രീകൾക്ക് പൊതുസമൂഹത്തിൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മംഗോളിയൻ സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് വലിയ ബഹുമാനവും സ്വാതന്ത്ര്യവുമുണ്ട്. അവർ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നു, കച്ചവടം നടത്തുന്നു, ചിലപ്പോൾ യുദ്ധത്തിൽ പോലും പങ്കെടുക്കുന്നു. ഖാന്റെ ഭാര്യമാർക്ക് പോലും സ്വന്തമായി ഭൂസ്വത്തും വലിയ കച്ചവട സ്ഥാപനങ്ങളുമുണ്ട്. ഇതൊക്കെ ഇബ്നു ബത്തൂത്തയെ അത്ഭുതപ്പെടുത്തി. ഒരു സമൂഹത്തിന്റെ നിയമങ്ങൾ എങ്ങനെയാണ് അവരുടെ സംസ്കാരവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയായിരുന്നു. കുറച്ചുകാലം ഖാന്റെ കൂടെ സഞ്ചരിച്ച ശേഷം അദ്ദേഹം വീണ്ടും തെക്കോട്ട് യാത്ര തിരിച്ചു. ഷിറാസ്, ഇസ്ഫഹാൻ തുടങ്ങിയ ചരിത്രപ്രസിദ്ധമായ പേർഷ്യൻ നഗരങ്ങളിലൂടെയായിരുന്നു ആ യാത്ര. ഓരോ നഗരത്തിനും അതിൻ്റേതായ കഥ പറയാനുണ്ടായിരുന്നു. ഷിറാസിലെ റോസാ പൂന്തോട്ടങ്ങളും കവികളുടെ ശവകുടീരങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിന് കുളിർമയേകി. ഇസ്ഫഹാനിലെ മനോഹരമായ പള്ളികളും ചന്തകളും അദ്ദേഹത്തെ ആകർഷിച്ചു. പക്ഷേ ഈ സൗന്ദര്യത്തിനെല്ലാം താഴെ ഒരു വിഷാദത്തിൻ്റെ നേർത്ത പാടയുണ്ടായിരുന്നു. മംഗോൾ ആക്രമണത്തിൻ്റെ മുറിവുകൾ അപ്പോഴും ഉണങ്ങിയിരുന്നില്ല. പല നഗരങ്ങളും പഴയ പ്രതാപം വീണ്ടെടുക്കാൻ പാടുപെടുകയായിരുന്നു. ഈ യാത്രയിലുടനീളം ഇബ്നു ബത്തൂത്ത താൻ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം തൻ്റെ ഓർമ്മയിൽ സൂക്ഷിച്ചു വച്ചു. ഓരോ സ്ഥലത്തെയും ആളുകളുടെ ജീവിത രീതി, അവരുടെ ഭക്ഷണം, വസ്ത്രം, ആചാരങ്ങൾ, അവിടുത്തെ ഭരണാധികാരികൾ, നിയമങ്ങൾ, കച്ചവടം എല്ലാം. അദ്ദേഹം വെറുമൊരു കാഴ്ചക്കാരനായിരുന്നില്ല, ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. ചില ചരിത്രകാരന്മാർക്കിടയിൽ ഒരു സംവാദമുണ്ട്. ഇബ്നു ബത്തൂത്ത ഈ യാത്രയിൽ കണ്ടുമുട്ടിയെന്ന് പറയുന്ന എല്ലാ ഭരണാധികാരികളെയും നേരിൽ കണ്ടിരുന്നോ അതോ ചിലതൊക്കെ കേട്ടറിവുകളായിരുന്നോ എന്ന്. കാരണം അദ്ദേഹം പറയുന്ന ചില തീയതികളും സംഭവങ്ങളും ചരിത്രരേഖകളുമായി പൂർണ്ണമായി യോജിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം വരച്ചുകാട്ടുന്ന 14-ാം നൂറ്റാണ്ടിലെ പേർഷ്യയുടെ ചിത്രം അതുല്യമാണ്. ഒരു സാമ്രാജ്യം അതിൻ്റെ പഴയ മുറിവുകളിൽ നിന്ന് പുതിയൊരു സംസ്കാരം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു അത്. മംഗോളിയൻ പാരമ്പര്യങ്ങളും പേർഷ്യൻ സംസ്കാരവും ഒന്നായി ചേർന്ന് പുതിയൊരു ലോകം രൂപപ്പെടുന്നത് അദ്ദേഹം നേരിൽ കാണുകയായിരുന്നു.
ഈ അനുഭവങ്ങളെല്ലാം മനസ്സിൽ നിറച്ച് അദ്ദേഹം തൻ്റെ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. വീണ്ടും മക്കയിലേക്ക്, അവിടെ നിന്ന് പുതിയൊരു ദിശയിലേക്ക്. പേർഷ്യൻ, മംഗോളിയൻ നാടുകളിലെ അനുഭവങ്ങൾ ഒരു പുസ്തകം പോലെ മനസ്സിലിട്ട് വായിച്ചുകൊണ്ട് ഇബ്നു ബത്തൂത്ത വീണ്ടും മക്കയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഏകദേശം 1 വർഷത്തോളം അദ്ദേഹം അവിടെ ഒരു വിദ്യാർത്ഥിയെപ്പോലെ ജീവിക്കുന്നു. ഹജ്ജ് കർമ്മം വീണ്ടും നിർവഹിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരുമായി സംസാരിക്കുന്നു. പക്ഷെ ശാന്തമായ ആ ജീവിതം അദ്ദേഹത്തിന് അധികനാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് എപ്പോഴും പുതിയ വഴികൾ വേണം, കണ്ണുകൾക്ക് പുതിയ കാഴ്ചകൾ വേണം. അങ്ങനെയിരിക്കെ ഒരു ദിവസം യമനിൽ നിന്നും ആഫ്രിക്കൻ തീരങ്ങളിൽ നിന്നും വന്ന കച്ചവടക്കാരെ അദ്ദേഹം കണ്ടുമുട്ടുന്നു. അവർ പറയുന്ന കഥകൾ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. ചെങ്കടലിനപ്പുറം സെഞ്ച് എന്ന അറബികൾ വിളിക്കുന്ന കറുത്ത മനുഷ്യരുടെ നാട്ടിൽ സമ്പന്നമായ നഗരങ്ങളുണ്ടത്രേ. സ്വർണവും ആനക്കൊമ്പും കച്ചവടം ചെയ്യുന്ന, അറബ് ലോകവുമായി വലിയ ബന്ധങ്ങളുള്ള, പക്ഷേ തികച്ചും വ്യത്യസ്തമായ ഒരു സംസ്കാരമുള്ള നാടുകൾ. ആ കഥകൾ കേട്ടപ്പോൾ ഇബ്നു ബത്തൂത്തയുടെ മനസ്സിൽ അടുത്ത ലക്ഷ്യസ്ഥാനമുറച്ചു: കിഴക്കൻ ആഫ്രിക്ക. അങ്ങനെ മക്കയിലെ പഠനജീവിതത്തോട് താൽക്കാലികമായി വിട പറഞ്ഞ് അദ്ദേഹം ചെങ്കടൽ തീരത്തേക്ക് യാത്ര തിരിച്ചു. അവിടെ നിന്നൊരു കപ്പലിൽ കയറി യമനിലേക്ക്. യമനിലെ ഏദൻ തുറമുഖം അക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ്. ഇന്ത്യയിൽ നിന്നും കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നും വരുന്ന കപ്പലുകൾ ഇവിടെ നങ്കൂരമിടുന്നു. ഇബ്നു ബത്തൂത്ത യമനിൽ കുറച്ചുകാലം തങ്ങി. അവിടുത്തെ കച്ചവട രീതികളെക്കുറിച്ചൊക്കെ പഠിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അതായിരുന്നില്ല. കിഴക്കൻ ആഫ്രിക്കയിലേക്ക് പോകാൻ ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. കാരണം അക്കാലത്തെ കടൽ യാത്രകളെല്ലാം നിയന്ത്രിക്കുന്നത് മൺസൂൺ കാറ്റുകളാണ്. വർഷത്തിലൊരു പ്രത്യേക സമയത്ത് കാറ്റ് ഒരു ദിശയിലേക്ക് വീശും. അപ്പോൾ കപ്പലുകൾക്ക് ആ ദിശയിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാം. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ് കാറ്റിൻ്റെ ഗതി മാറുമ്പോൾ തിരികെയും വരാം. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഒടുവിൽ കാറ്റ് അനുകൂലമായി. അറബികളുടെ പരമ്പരാഗത പായ്ക്കപ്പലായ ദൗവിൽ അദ്ദേഹം ആഫ്രിക്കൻ തീരത്തേക്ക് യാത്ര തുടങ്ങി. അതൊരു പുതിയ അനുഭവമായിരുന്നു. കര കാണാത്ത കടലിലൂടെ ദിവസങ്ങളോളം നീളുന്ന യാത്ര. രാത്രിയിൽ ആകാശത്ത് വഴികാട്ടുന്ന നക്ഷത്രങ്ങൾ, കപ്പലിലൊപ്പമുള്ള പല നാട്ടുകാരായ കച്ചവടക്കാരുടെ കഥകൾ, ഇടയ്ക്ക് കപ്പലിനെ പിന്തുടർന്നു വരുന്ന ഡോൾഫിനുകൾ. ഈ യാത്രക്കിടയിലാണ് അദ്ദേഹം കടൽ കൊള്ളക്കാരെക്കുറിച്ചുള്ള ഭീകരമായ കഥകൾ കേൾക്കുന്നത്. ഏതു നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിക്കണം. പക്ഷെ ഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ യാത്ര സമാധാനപരമായിരുന്നു. 15 ദിവസത്തെ കടൽ യാത്രയ്ക്ക് ശേഷം ദൂരെ ഒരു തീരം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ആഫ്രിക്കൻ വൻകര. അവർ ആദ്യം നങ്കൂരമിട്ടത് മുഗാഡിഷു എന്ന നഗരത്തിലാണ്, ഇന്നത്തെ സോമാലിയയുടെ തലസ്ഥാനം. കപ്പൽ തീരത്തോടടുത്തപ്പോൾ തന്നെ ഇബ്നു ബത്തൂത്തയ്ക്ക് മനസ്സിലായി ഇതൊരു സാധാരണ സ്ഥലമല്ലെന്ന്. ചെറിയ ചെറിയ ബോട്ടുകൾ അവരുടെ കപ്പലിനെ ലക്ഷ്യമാക്കി വരുന്നു. ഓരോ ബോട്ടിലും കുറേ ചെറുപ്പക്കാരുണ്ട്. അവർ കപ്പലിലുള്ള കച്ചവടക്കാരെയും യാത്രക്കാരെയും സ്വന്തം അതിഥികളായി ക്ഷണിക്കുകയാണ്. അതവിടുത്തെ ഒരു ആചാരമാണ്. ഒരു കപ്പലെത്തിയാൽ അതിലെ പ്രധാനികളെ അവിടുത്തെ പ്രമാണിമാർ സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുപോയി താമസിപ്പിക്കും. എല്ലാ ചിലവുകളും അവർ വഹിക്കും. ഇതൊരു കച്ചവട തന്ത്രവും കൂടിയാണ്. വരുന്ന കച്ചവടക്കാരനുമായി നല്ല ബന്ധമുണ്ടാക്കാനുള്ള ഒരു വഴി. ഇബ്നു ബത്തൂത്ത ഒരു നിയമപണ്ഡിതനായതുകൊണ്ട് അദ്ദേഹത്തെ അതിഥിയായി കൊണ്ടുപോകാൻ വന്നത് അവിടുത്തെ ഖാസിയുടെ ആളുകളായിരുന്നു. അദ്ദേഹത്തിന് കരയിലിറങ്ങിയപ്പോൾ രാജകീയമായ സ്വീകരണമാണ് ലഭിച്ചത്. ആഫ്രിക്കൻ മണ്ണിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അനുഭവം അതായിരുന്നു. അവിടുത്തെ ആളുകളുടെ ആതിഥ്യ മര്യാദ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. മൊഗാദിഷു നഗരം അദ്ദേഹത്തിന് ഒരു അത്ഭുത ലോകം തന്നെയായിരുന്നു. നല്ല വീതിയുള്ള തെരുവുകൾ, വലിയ കെട്ടിടങ്ങൾ. അവിടുത്തെ ആളുകൾ തടിച്ച ശരീരപ്രകൃതിയുള്ളവരായിരുന്നു. അവർ വലിയ വയറന്മാരാണെന്നും ഓരോരുത്തരും സാധാരണ മനുഷ്യർ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുമെന്നും ഇബ്നു ബത്തൂത്ത തമാശ രൂപേണ കുറിക്കുന്നുണ്ട്. അവരുടെ പ്രധാന ഭക്ഷണം അരിയും വാഴപ്പഴവും ഇറച്ചിയുമായിരുന്നു. അവിടുത്തെ സുൽത്താനെ കണ്ടുമുട്ടിയ ഒരു അനുഭവം അദ്ദേഹം വിശദമായി വിവരിക്കുന്നുണ്ട്. അതായത്, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം സുൽത്താൻ കൊട്ടാരത്തിലേക്ക് ഒരു ഘോഷയാത്രയായിട്ടാണ് പോകുന്നത്. കുടകൾ ചൂടിപ്പിടിച്ച ഉദ്യോഗസ്ഥർ
പാട്ടുപാടുന്ന ഗായകർ, വാദ്യോപകരണങ്ങൾ വായിക്കുന്നവർ. സുൽത്താന്റെ വസ്ത്രധാരണം പോലും അറബ് ലോകത്തു നിന്ന് വ്യത്യസ്തമാണ്. ഇതൊക്കെ കണ്ടപ്പോൾ താൻ എത്തിയിരിക്കുന്നത് തികച്ചും പുതിയൊരു ലോകത്താണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി ബോധ്യമായി. അവിടെ അറബി ഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിലും പ്രാദേശികമായ സ്വാഹിലി ഭാഷയാണ് സാധാരണക്കാർ ഉപയോഗിക്കുന്നത്. അറബ്, പേർഷ്യൻ, ആഫ്രിക്കൻ സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേർന്ന ഒരു സങ്കര സംസ്കാരമാണ് അവിടെ നിലനിന്നിരുന്നത്. മൊഗാദിഷുവിൽ നിന്ന് മൺസൂൺ കാറ്റിൻ്റെ ഗതിയനുസരിച്ച് അവർ തെക്കോട്ട് യാത്ര തുടർന്നു. അടുത്ത പ്രധാനപ്പെട്ട തുറമുഖം മൊംബാസിയായിരുന്നു. അവിടെ നിന്ന് കിൽവ എന്ന ദ്വീപിലേക്ക്. 14-ാം നൂറ്റാണ്ടിൽ കിഴക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്നായിരുന്നു കിൽവ. സിംബാബ്വേയിലെ സ്വർണ്ണഖനികളിൽ നിന്നുള്ള സ്വർണം ലോക കമ്പോളത്തിലേക്ക് എത്തിയിരുന്നത് കിൽവ വഴിയായിരുന്നു. ഇബ്നു ബത്തൂത്ത കിൽവയുടെ സമ്പന്നി കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായി നിർമ്മിച്ച, ഏറ്റവും ചിട്ടയുള്ള നഗരങ്ങളിലൊന്നാണ് കിൽവ എന്ന്. അവിടത്തെ വീടുകൾ പവിഴപ്പുറ്റുകളും കല്ലുകളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചില വീടുകൾക്ക് 3-4 നിലകളുണ്ട്. മഴവെള്ളം സംഭരിക്കാനുള്ള സംവിധാനങ്ങൾ പോലും ആ വീടുകളിൽ ഒരുക്കിയിരുന്നു. കിൽവയിലെ ഭരണാധികാരിയായ സുൽത്താൻ അൽ ഹസൻ ഇബ്നു സുലൈമാന്റെ ഔദാര്യത്തെക്കുറിച്ചും ഇബ്നു ബത്തൂത്ത ഒരുപാട് എഴുതുന്നുണ്ട്. അദ്ദേഹം വളരെ ഭക്തനും പാവപ്പെട്ടവരോട് ദയയുള്ളവനുമായിരുന്നു. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പാവപ്പെട്ട ആരെങ്കിലും സഹായം ചോദിച്ചാൽ അദ്ദേഹം തന്റെ കയ്യിലുള്ളതെല്ലാം അവർക്ക് നൽകുമായിരുന്നു. ചിലപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും. ഈ കിഴക്കൻ ആഫ്രിക്കൻ യാത്ര ഇബ്നു ബത്തൂത്തയുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചു. അറബികളും പേർഷ്യക്കാരും മാത്രമല്ല ലോകത്ത് വലിയ നഗരങ്ങൾ നിർമ്മിക്കുകയും സാമ്രാജ്യങ്ങൾ ഭരിക്കുകയും ചെയ്യുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആഫ്രിക്കൻ വൻകരയുടെ ഉള്ളിൽ താൻ കേട്ടറിഞ്ഞതിനേക്കാൾ എത്രയോ വലിയ സംസ്കാരങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ചില ചരിത്രകാരന്മാർക്കിടയിൽ ഒരു തർക്കമുണ്ട്. ഇബ്നു ബത്തൂത്ത ശരിക്കും കിൽവ വരെ മാത്രമേ പോയുള്ളോ അതോ അതിനും തെക്കുവരെ യാത്ര ചെയ്തിരുന്നോ എന്ന്. കാരണം അദ്ദേഹത്തിന്റെ വിവരണങ്ങളിൽ ചില അവ്യക്തതകളുണ്ട്. എന്തുതന്നെയായാലും അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ അക്കാലത്തെ സ്വാഹിലി തീരത്തെക്കുറിച്ചുള്ള ഏറ്റവും വിലപ്പെട്ട രേഖകളിലൊന്നാണ്. അങ്ങനെ മൺസൂൺ കാറ്റ് തിരികെ വീശാൻ തുടങ്ങിയപ്പോൾ ഇബ്നു ബത്തൂത്തയും തന്റെ മടക്കയാത്രയ്ക്ക് തയ്യാറായി. ആഫ്രിക്കൻ തീരത്തെ സമ്പന്നമായ ഓർമ്മകളും പുതിയ അറിവുകളുമായി അദ്ദേഹം വീണ്ടും യമനിലേക്കും അവിടെ നിന്ന് ഒമാനിലേക്കും യാത്ര ചെയ്തു. പക്ഷേ വീട്ടിലേക്കല്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോൾ പുതിയൊരു സ്വപ്നം രൂപപ്പെട്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ സുൽത്താൻ ഭരിക്കുന്ന ഇന്ത്യ എന്ന അത്ഭുത ലോകം. അലക്സാൻഡ്രിയയിലെ സൂഫി വര്യന്റെ പ്രവചനം അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. കിഴക്കൻ ആഫ്രിക്കൻ യാത്ര ഒരു തയ്യാറെടുപ്പ് മാത്രമായിരുന്നു. ഇനി വരാനിരിക്കുന്നത് ഇതിലും വലിയ, ഇതിലും അപകടം നിറഞ്ഞൊരു യാത്രയാണ്. ഡൽഹിയിലെ സുൽത്താന്റെ കൊട്ടാരത്തിലേക്കുള്ള യാത്ര. കിഴക്കൻ ആഫ്രിക്കൻ തീരങ്ങളിൽ നിന്നും ഒമാന്റെ തുറമുഖങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കപ്പൽ യാത്രയ്ക്കായി ഇബ്നു ബത്തൂത്ത തയ്യാറെടുക്കുകയാണ്. ഇത് അറബിക്കടൽ കടന്നുള്ള യാത്രയാണ്. ഇതിനു മുൻപും അദ്ദേഹം കടൽ യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു പുതിയ ലോകത്തേക്കുള്ള പ്രവേശനമാണ്. അതുവരെ അദ്ദേഹം സഞ്ചരിച്ച നാടുകളെല്ലാം, അതായത് വടക്കേ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, പേർഷ്യ, കിഴക്കൻ ആഫ്രിക്ക എന്നിവയെല്ലാം ഇസ്ലാമിക ലോകത്തിൻ്റെ ഭാഗമായിരുന്നു. ഭാഷയിലും സംസ്കാരത്തിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഒരു പൊതുവായ ചരടിൽ കോർത്ത മുത്തുകൾ പോലെയായിരുന്നു ആ നാടുകൾ. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. അതൊരു പുതിയ ഭൂഖണ്ഡം പോലെയാണ്. അവിടെ ഇസ്ലാം ഒരു മതമാണ്, പക്ഷെ ഭൂരിപക്ഷം ജനങ്ങളും മറ്റു വിശ്വാസങ്ങൾ പിന്തുടരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്ര ഒരു ഭൂമിശാസ്ത്രപരമായ മാറ്റം മാത്രമല്ല, ഒരു സാംസ്കാരികമായ വലിയ മാറ്റം കൂടിയാണ്. അങ്ങനെ അദ്ദേഹം യാത്രയ്ക്കായി ഒരു ചെറിയ കപ്പൽ സംഘടിപ്പിക്കുന്നു. പക്ഷേ അറബിക്കടൽ ശാന്തമായിരുന്നില്ല. യാത്ര തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വലിയ കൊടുങ്കാറ്റിൽ അവർ അകപ്പെട്ടു. കപ്പൽ ആടിയുലയുകയാണ്. ഏത് നിമിഷവും മുങ്ങിപ്പോകുമെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ. മരണത്തെ മുഖാമുഖം കണ്ട നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം കൊടുങ്കാറ്റ് ശമിച്ചപ്പോൾ അവർക്ക് വഴിതെറ്റിയിരുന്നു. അങ്ങനെ ദിവസങ്ങളോളം കടലിൽ അലഞ്ഞ ശേഷം ഒടുവിൽ അവർ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സിന്ധു നദി കടലിൽ ചേരുന്നതിനടുത്തുള്ള ഒരു സ്ഥലത്ത് കരയ്ക്കെടുത്തു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ താണ്ടി ഇബ്നു ബത്തൂത്ത ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി കാലുകുത്തി.
സിന്ധ് പ്രവിശ്യയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്ര കരയിലൂടെയാണ്. അതൊരു നീണ്ടതും ദുർഘടം പിടിച്ചതുമായ യാത്രയായിരുന്നു. ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലൂടെയുള്ള ആദ്യത്തെ യാത്ര. ഇവിടുത്തെ ചൂടും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമെല്ലാം അതുവരെ അനുഭവിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. വഴിയിൽ വെച്ച് അദ്ദേഹം ഒരുപാട് പുതിയ കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു. ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഡൽഹിയിലെ സുൽത്താനായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെക്കുറിച്ചുള്ള കഥകളാണ്. ആ കഥകൾ കേട്ട് ഇബ്നു ബത്തൂത്ത ഒരേ സമയം അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്തു. ചിലർ പറയുന്നു, സുൽത്താൻ ലോകത്തിലെ ഏറ്റവും വലിയ ദാനശീലനാണെന്നും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തുന്ന പണ്ഡിതന്മാർക്കും കവികൾക്കും സഞ്ചാരികൾക്കും കണക്കില്ലാതെ സ്വർണവും വെള്ളിയും സമ്മാനമായി നൽകുമെന്നും പറയുന്നു. മറ്റു ചിലർ സുൽത്താൻ ഒരു ഭ്രാന്തനാണെന്നും ചെറിയ തെറ്റുകൾക്ക് പോലും ആനയെക്കൊണ്ട് ചവിട്ടിച്ചു കൊല്ലുന്നത് പോലുള്ള അതിക്രൂരമായ ശിക്ഷകൾ നൽകുമെന്നും പറയുന്നു. വഴിയിൽ കണ്ടുമുട്ടിയ ആളുകൾ സുൽത്താൻ്റെ ചില വിചിത്രമായ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടു. അതായത്, ഒരിക്കൽ സുൽത്താൻ ഒരു തോന്നലുണ്ടായി, ഡൽഹിയിൽ നിന്ന് തലസ്ഥാനം കുറച്ചുകൂടി തെക്ക് ഭാഗത്തുള്ള ദൗലത്താബാദിലേക്ക് മാറ്റണമെന്ന്. അദ്ദേഹം ഉത്തരവിട്ടത് തലസ്ഥാനം മാറ്റാൻ മാത്രമല്ല, ഡൽഹിയിലെ മുഴുവൻ ജനങ്ങളും അങ്ങോട്ട് താമസം മാറണമെന്നാണ്. ആ വലിയ പലായനത്തിനിടയിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു. കുറച്ചു കാലം കഴിഞ്ഞ് ആ തീരുമാനം തെറ്റായിരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരോടും തിരികെ ഡൽഹിയിലേക്ക് തന്നെ വരാൻ ഉത്തരവിട്ടു. മറ്റൊരിക്കൽ സ്വർണത്തിനും വെള്ളിക്കും പകരം ചെമ്പ് നാണയങ്ങൾ അടിച്ചിറക്കി. പക്ഷേ ആ പദ്ധതിയും ഒരു വലിയ പരാജയമായി മാറി. കാരണം ആളുകൾ വീട്ടിലിരുന്ന് കള്ളനാണയങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ കഥകളൊക്കെ കേട്ടപ്പോൾ ഇബ്നു ബത്തൂത്തയുടെ മനസ്സിലൊരു ചിത്രം തെളിഞ്ഞു വന്നു. ഒരേ സമയം ഒരു പ്രതിഭാശാലിയും ഒരു ഭ്രാന്തനുമായൊരു ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്കാണ് താൻ പോകുന്നത്. അവിടെ എത്തിയാൽ ഒന്നുകിൽ താൻ ഒരു വലിയ ധനികനാകും, അല്ലെങ്കിൽ തൻ്റെ തല പോകും. ഒരുതരം ചൂതാട്ടം പോലെയാണ് ആ യാത്ര. മാസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ 1334 ഇബ്നു ബത്തൂത്ത ഡൽഹിയുടെ പടിവാതിൽക്കലെത്തി. ദൂരെ നിന്ന് തന്നെ ആ നഗരത്തിൻ്റെ പ്രൗഢി കാണാമായിരുന്നു. അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് ഡൽഹി. കെയ്റോയെക്കാളും ബാഗ്ദാദിനേക്കാളും ഒക്കെ വലുത്. വലിയ കോട്ടകൾ, പള്ളികൾ, കൊട്ടാരങ്ങൾ. നഗരത്തിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം കണ്ടത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞ തെരുവുകളാണ്. പേർഷ്യക്കാർ, തുർക്കികൾ, ആഫ്രിക്കക്കാർ, അഫ്ഗാൻകാർ എല്ലാവരും സുൽത്താൻ്റെ ഔദാര്യം തേടി ഡൽഹിയിലെത്തിയവരാണ്. ഡൽഹി അന്നൊരു മെൽറ്റിംഗ് പോട്ടായിരുന്നു. പല സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഒരിടം. സുൽത്താനെ നേരിൽ കാണുന്നതിന് മുൻപ് ചില കടമ്പകളൊക്കെയുണ്ട്. കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരെ കണ്ട് താൻ വന്ന കാര്യം അറിയിക്കണം. തൻ്റെ കയ്യിലുള്ള സമ്മാനങ്ങൾ അവർക്ക് നൽകണം. ഇബ്നു ബത്തൂത്ത തൻ്റെ കൂടെ കുറച്ചൊട്ടകങ്ങളെയും കുതിരകളെയും അടിമകളെയും സമ്മാനമായി കൊണ്ടുവന്നിരുന്നു. കാരണം സുൽത്താൻ്റെ മുന്നിൽ വെറും കൈയോടെ ചെന്നാൽ അതൊരു അപമാനമായി കണക്കാക്കും. അങ്ങനെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ഒരു വിദേശ പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഭക്ഷണവും പരിചാരകരെയും സർക്കാർ തന്നെ ഒരുക്കിക്കൊടുത്തു. ശേഷം സുൽത്താനെ കാണാനുള്ള ദിവസത്തിനായി കാത്തിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഡൽഹി നഗരം ചുറ്റിക്കാണുന്നു. അവിടുത്തെ സൂഫി പണ്ഡിതന്മാരുടെ ആശ്രമങ്ങൾ സന്ദർശിക്കുന്നു. അതിലൊരാളാണ് പ്രശസ്തനായ നിസാമുദ്ദീൻ ഔലിയ. ഇബ്നു ബത്തൂത്ത എത്തുമ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. അവിടെ വരുന്ന ഭക്തരെയും അവർ നടത്തുന്ന പ്രാർത്ഥനകളെയും സംഗീത സദസ്സുകളെയും ഒക്കെ അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ഒടുവിൽ സുൽത്താനെ കാണാനുള്ള ദിവസം വന്നെത്തി. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ദർബാർ ഹാൾ വളരെ വലുതും മനോഹരവുമായിരുന്നു. വിലകൂടിയ പരവതാനികൾ, സ്വർണം പൂശിയ തൂണുകൾ. സുൽത്താൻ ഒരു ഉയർന്ന സിംഹാസനത്തിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരേ സമയം ബുദ്ധിയും ക്രൂരതയും നേളിക്കുന്നുണ്ടെന്ന് ഇബ്നു ബത്തൂത്തയ്ക്ക് തോന്നി. അദ്ദേഹം സുൽത്താൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് തൻ്റെ ബഹുമാനം അറിയിച്ചു. സുൽത്താൻ അദ്ദേഹത്തോട് യാത്രയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചുമൊക്കെ ചോദിച്ചു. ഇബ്നു ബത്തൂത്തയുടെ അറിവിലും സംസാര രീതിയിലും സുൽത്താന് വലിയ മതിപ്പ് തോന്നി. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഡൽഹിയിലെ ഖാസിയായി അഥവാ ന്യായാധിപനായി ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇതൊരു അപ്രതീക്ഷിതമായ നീക്കമായിരുന്നു. താനൊരു ജോലി തേടിയല്ല ഇവിടെ വന്നതെന്നും ഒരു സഞ്ചാരി മാത്രമാണെന്നും ഇബ്നു ബത്തൂത്ത പറയാൻ ശ്രമിച്ചെങ്കിലും സുൽത്താൻ അത് കേൾക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ അറിവ് ഡൽഹിക്ക് ആവശ്യമാണെന്ന് സുൽത്താൻ പറഞ്ഞു.
കൂടെ വലിയൊരു ശമ്പളവും താമസിക്കാൻ ഒരു വീടും മറ്റെല്ലാ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനങ്ങൾ നിരസിക്കാൻ ഇബ്നു ബത്തൂത്തയ്ക്ക് കഴിഞ്ഞില്ല. അത്രയ്ക്ക് വലിയ തുകയായിരുന്നു അത്. അങ്ങനെ ലോകം കാണാനിറങ്ങിയ ആ മൊറോക്കൻ സഞ്ചാരി ഒരു സുപ്രഭാതത്തിൽ ഡൽഹിയിലെ ന്യായാധിപനായി മാറി. പക്ഷേ ആ പുതിയ ജീവിതം പൂക്കൾ വിരിച്ചതായിരുന്നില്ല. കാരണം ഭ്രാന്തനായ ആ സുൽത്താന്റെ കൊട്ടാരത്തിലെ ഒരു നിമിഷത്തെ സന്തോഷത്തിന് അടുത്ത നിമിഷം മരണം വില നൽകേണ്ടി വന്നേക്കാം. ആ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചില പണ്ഡിതന്മാർ സംശയിക്കുന്നത് ഇബ്നു ബത്തൂത്തയ്ക്ക് ശരിക്കും പേർഷ്യൻ ഭാഷ അത്ര വശമുണ്ടായിരുന്നില്ല. പിന്നെങ്ങനെയാണ് ഡൽഹി കോടതിയിലെ പ്രധാന ഭാഷയായ പേർഷ്യനിൽ അദ്ദേഹം വിധി പറഞ്ഞിരുന്നതെന്നാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് സഹായികളായി മറ്റുള്ളവർ ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നാടകീയമായ, ഏറ്റവും അപകടം പിടിച്ച ഒരു അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. ഡൽഹിയിലെ ഖാസിയായുള്ള ഇബ്നു ബത്തൂത്തയുടെ പുതിയ ജീവിതം ഒരു സ്വപ്നം പോലെയാണ് തുടങ്ങുന്നത്. ടാഞ്ചിയറിലെ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ചെറുപ്പക്കാരൻ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നിൻ്റെ തലസ്ഥാനത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കുന്നു. സുൽത്താൻ നൽകിയ ശമ്പളം അത്ര വലുതായിരുന്നു. അദ്ദേഹത്തിന് താമസിക്കാൻ വലിയൊരു വീട് ലഭിച്ചു. ആ വീട് നിറയെ പരിചാരകർ. അദ്ദേഹത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും നോക്കാൻ ആളുകളുണ്ട്. അദ്ദേഹം പുറത്തു പോകുമ്പോൾ അകമ്പടി സേവിക്കാൻ കുതിരപ്പടയാളികളുണ്ട്. ഡൽഹിയിലെ പ്രമാണിമാരുടെ വീടുകളിൽ നടക്കുന്ന വിരുന്നുകളിലേക്ക് അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുന്നു. ആ വിരുന്നുകൾ വളരെ ആഡംബരം നിറഞ്ഞതായിരുന്നു. പലതരം ഭക്ഷണങ്ങൾ, സംഗീതം, നൃത്തം. ഇബ്നു ബത്തൂത്ത ഈ ജീവിതം ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. ലോകം കാണാനിറങ്ങിയ താൻ ഇങ്ങനെയൊരു ജീവിതത്തിലേക്ക് എത്തിച്ചേരുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ പുതിയ ജീവിതത്തിൻ്റെ ഭാഗമായി അദ്ദേഹം വീണ്ടും വിവാഹം കഴിക്കുന്നുണ്ട്. ഇത്തവണ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നല്ല, ഡൽഹിയിലെ ഒരു പ്രമുഖന്റെ മകളെയാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. ആ ബന്ധത്തിൽ അദ്ദേഹത്തിന് കുട്ടികളുമുണ്ടായി. ഏകദേശം 8 വർഷത്തോളം അദ്ദേഹം ഡൽഹിയിൽ ഈ ജീവിതം നയിച്ചു. പക്ഷേ ഈ ആഡംബര ജീവിതത്തിന് ഒരു മറുവശമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി. ഒരു ന്യായാധിപന്റെ ജോലി അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന കേസുകൾ പലപ്പോഴും സങ്കീർണമായിരുന്നു. ചെറിയ മോഷണ കേസുകൾ മുതൽ വലിയ കൊലപാതകങ്ങൾ വരെ. അദ്ദേഹം വിധി പറയേണ്ടത് സാധാരണക്കാരെ മാത്രമല്ല, ചിലപ്പോൾ കൊട്ടാരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും കൂടിയാണ്. ഒരു ചെറിയ പിഴവ് പോലും അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തേക്കാം. കൂടാതെ ഭാഷ ഒരു വലിയ പ്രശ്നമായിരുന്നു. കോടതിയിലെ ഔദ്യോഗിക ഭാഷ പേർഷ്യനായിരുന്നെങ്കിലും സാധാരണക്കാർ സംസാരിച്ചിരുന്നത് ഹിന്ദുസ്ഥാനിയുടെ ഒരു ആദ്യ രൂപമായിരുന്നു. ഇബ്നു ബത്തൂത്തയ്ക്ക് ഈ ഭാഷകൾ അത്ര വശമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേസുകൾ മനസ്സിലാക്കാനും സാക്ഷികളെ വിസ്തരിക്കാനും അദ്ദേഹത്തിന് സഹായികളെ ആശ്രയിക്കേണ്ടി വന്നു. മറ്റൊരു പ്രധാന വെല്ലുവിളി നിയമത്തെക്കുറിച്ചുള്ളതായിരുന്നു. ഇബ്നു ബത്തൂത്ത പഠിച്ചത് ഇസ്ലാമിക നിയമത്തിലെ മാലിക്കി എന്ന ശാഖയാണ്. പക്ഷേ ഡൽഹിയിൽ പിന്തുടർന്നിരുന്നത് ഹനഫി എന്ന ശാഖയും. ഇവ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് താൻ പഠിക്കാത്ത ഒരു നിയമസംഹിത അനുസരിച്ച് വിധി പറയേണ്ട ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹം. ഈ സമ്മർദ്ദങ്ങളെല്ലാം അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിരുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ അപ്പുറം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിരുന്നത് സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ പ്രവചനാതീതമായ സ്വഭാവമായിരുന്നു. കൊട്ടാരത്തിൽ എപ്പോഴും ഒരുതരം ഭയം തളം കെട്ടി നിന്നിരുന്നു. സുൽത്താൻ്റെ ചാരന്മാർ എല്ലായിടത്തുമുണ്ട്. ആര് ആരോട് എന്ത് സംസാരിക്കുന്നുവെന്ന് സുൽത്താൻ അപ്പപ്പോൾ അറിയുന്നുണ്ടായിരുന്നു. കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ എല്ലാ ദിവസവും രാവിലെ കുറച്ച് മൃതദേഹങ്ങൾ കാണാമായിരുന്നു. തലേ ദിവസം സുൽത്താൻ വധശിക്ഷയ്ക്ക് വിധിച്ചവരുടെ. ചിലപ്പോൾ അതൊരു ചെറിയ തെറ്റിനായിരിക്കാം. സുൽത്താനെ നോക്കി ചിരിച്ചില്ല എന്നതോ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വേണ്ടത്ര ബഹുമാനം കാണിച്ചില്ല എന്നതോ ഒക്കെ ആവാം കാരണം. ഇബ്നു ബത്തൂത്ത ഈ കാഴ്ചകൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഇന്ന് മരിച്ചു കിടക്കുന്നവരുടെ സ്ഥാനത്ത് നാളെ താനാവാം എന്ന ചിന്ത അദ്ദേഹത്തെ എപ്പോഴും വേട്ടയാടി. ഈ ആഡംബര ജീവിതം നിലനിർത്താൻ അദ്ദേഹത്തിന് ഒരുപാട് പണം ആവശ്യമായിരുന്നു. സുൽത്താൻ നൽകുന്ന ശമ്പളം വലുതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിലവുകൾ അതിനേക്കാൾ വലുതായിരുന്നു. ഡൽഹിയിലെ ഒരു പ്രമാണിയായി ജീവിക്കാൻ, മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ നൽകാനും
വലിയ വിരുന്നുകൾ നടത്താനും അദ്ദേഹം നിർബന്ധിതനായി. താമസിയാതെ അദ്ദേഹം വലിയൊരു കടക്കാരനായി മാറി. സുൽത്താന്റെ ഔദാര്യം എപ്പോഴും തന്നോടൊപ്പമുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്. പക്ഷേ ആ പ്രതീക്ഷ തെറ്റായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് അധിക നാൾ വേണ്ടി വന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിമറിയാൻ കാരണമായത് ഒരു സൂഫി പണ്ഡിതനുമായുള്ള ബന്ധമാണ്. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വളരെ ലളിതമായി ജീവിക്കുന്ന ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. സുൽത്താൻ്റെ ആഡംബരങ്ങളെയും ക്രൂരതകളെയും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം സുൽത്താനെ കാണാനോ അദ്ദേഹത്തിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കാനോ തയ്യാറായിരുന്നില്ല. ഇത് സുൽത്താനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. തൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് സുൽത്താൻ അതിനെ കണ്ടത്. ഇബ്നു ബത്തൂത്ത ഈ ഷെയ്ഖിൻ്റെ ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ ഒരു സന്ദർശകനുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം സുൽത്താൻ ആ ഷെയ്ഖിനെയും അദ്ദേഹവുമായി ബന്ധമുള്ളവരെയുമെല്ലാം അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. ആ കൂട്ടത്തിൽ ഇബ്നു ബത്തൂത്തയും ഉൾപ്പെട്ടു. ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം തകിടമറിഞ്ഞത്. ഡൽഹിയിലെ ബഹുമാന്യനായ ഖാസി ഇപ്പോൾ സുൽത്താൻ്റെ തടവുകാരനായി. അദ്ദേഹത്തെ ഒരു ഗുഹയിൽ താമസിപ്പിച്ചിരുന്ന ആ ഷെയ്ഖിനെ പരസ്യമായി കൊല്ലാൻ സുൽത്താൻ ഉത്തരവിട്ടു. ആ ക്രൂരമായ കൊലപാതകം ഇബ്നു ബത്തൂത്തയ്ക്ക് കാണേണ്ടി വന്നു. തൻ്റെയും അവസാനം ഇതുതന്നെയായിരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അടുത്ത ഊഴം തൻ്റേതാണെന്ന് കരുതി ഓരോ നിമിഷവും അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. പുറത്തിറങ്ങാനോ ആരോടെങ്കിലും സംസാരിക്കാനോ അനുവാദമില്ല. കൊട്ടാരത്തിൽ നിന്ന് ലഭിച്ചിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിർത്തി. ദിവസങ്ങളോളം ആ ഭയം നിറഞ്ഞ ഏകാന്തതയിൽ അദ്ദേഹം കഴിഞ്ഞു. ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം എത്ര ക്ഷണികമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. തൻ്റെ യാത്രകൾ, താൻ കണ്ട കാഴ്ചകൾ, നേടിയ അറിവുകൾ എല്ലാം അവസാനിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം കരുതി. പക്ഷെ എന്തുകൊണ്ടോ സുൽത്താൻ അദ്ദേഹത്തെ കൊല്ലാൻ ഉത്തരവിട്ടില്ല. ചരിത്രകാരന്മാർക്കിടയിൽ ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഒരു വിദേശ പണ്ഡിതനെ കൊല്ലുന്നത് സാമ്രാജ്യത്തിൻ്റെ സൽപ്പേരിന് ദോഷം ചെയ്യുമെന്ന് സുൽത്താൻ കരുതിയിരിക്കാം. അല്ലെങ്കിൽ ഇബ്നു ബത്തൂത്തയുടെ അറിവ് ഇനിയും തനിക്ക് പ്രയോജനപ്പെടുമെന്ന് ചിന്തിച്ചിരിക്കാം. കാരണം എന്തായാലും കുറച്ചു നാളുകൾക്ക് ശേഷം സുൽത്താൻ ഇബ്നു ബത്തൂത്തയെ തൻ്റെ മുന്നിലേക്ക് വിളിപ്പിച്ചു. അതൊരു വിചിത്രമായ കൂടിക്കാഴ്ചയായിരുന്നു. സുൽത്താൻ്റെ മുഖത്ത് ദേഷ്യമോ വെറുപ്പോ ഇല്ലായിരുന്നു. പകരം അദ്ദേഹം ഇബ്നു ബത്തൂത്തയോട് ഒരു പുതിയ ദൗത്യം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. ചൈനയിലെ മംഗോൾ ചക്രവർത്തിയായ തോഗോൺ തെമൂറിൻ്റെ അടുത്തേക്ക് ഡൽഹി സുൽത്താൻ്റെ സ്ഥാനാപതിയായി പോകണം. ഇതായിരുന്നു ആ ദൗത്യം. ഇതൊരു വലിയ ബഹുമതിയാണ്. പക്ഷേ അതോടൊപ്പം അതൊരു ഒളിച്ചോട്ടത്തിനുള്ള അവസരം കൂടിയാണെന്ന് ഇബ്നു ബത്തൂത്തയ്ക്ക് മനസ്സിലായി. ഡൽഹിയിൽ നിന്ന് സുൽത്താൻ്റെ കണ്ണെത്താത്ത ദൂരത്തേക്ക് രക്ഷപ്പെടാനുള്ള ഒരു സുവർണ അവസരം. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അദ്ദേഹം ആ ദൗത്യം സ്വീകരിച്ചു. സുൽത്താൻ്റെ തടവുകാരനായിരുന്ന അതേയാൾ ഇപ്പോൾ സുൽത്താൻ്റെ സ്ഥാനാപതിയായി ചൈനയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ആ കൊട്ടാരത്തിലെ ജീവിതം എത്രമാത്രം പ്രവചനാതീതമായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത്. തൻ്റെ ജീവൻ തിരികെ കിട്ടിയ ആശ്വാസത്തിൽ പക്ഷി വരാനിരിക്കുന്ന യാത്ര എത്രത്തോളം അപകടം പിടിച്ചതാണെന്നറിയാതെ അദ്ദേഹം ആ പുതിയ ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഡൽഹിയിലെ ആഡംബരവും മരണഭയവും നിറഞ്ഞ ആ 8 വർഷങ്ങൾക്ക് അവിടെ തിരശ്ശീല വീഴുകയായിരുന്നു. ഡൽഹിയിലെ തടവറയിൽ നിന്നും ചൈനയിലേക്കുള്ള സ്ഥാനപതി എന്ന പദവിയിലേക്കുള്ള ആ അപ്രതീക്ഷിത മാറ്റം ഇബ്നു ബത്തൂത്തയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടാൻ കിട്ടിയ അവസരമായാണ് അദ്ദേഹം അതിനെ കണ്ടത്. ചൈനയിലേക്കുള്ള ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പുകൾ വളരെ വലുതായിരുന്നു. അതൊരു സാധാരണ യാത്രയല്ല. ഡൽഹി സുൽത്താന്റെ പ്രൗഢി ചൈനയിലെ ചക്രവർത്തിയെ അറിയിക്കാനുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് ഒരുക്കങ്ങൾക്കും ഒരു കുറവുമുണ്ടായിരുന്നില്ല. ചൈനീസ് ചക്രവർത്തിക്ക് സമ്മാനമായി നൽകാനായി സുൽത്താൻ തിരഞ്ഞെടുത്തത് അതിവിശിഷ്ടമായ വസ്തുക്കളായിരുന്നു. 100 അറബി കുതിരകൾ, സ്വർണ്ണക്കസവുള്ള പട്ടുവസ്ത്രങ്ങൾ ധരിച്ച 100 അടിമ പെൺകുട്ടികൾ, സംഗീതത്തിലും നൃത്തത്തിലും പ്രാവീണ്യമുള്ള 100 പുരുഷ അടിമകൾ, വിലപിടിപ്പുള്ള തുണിത്തരങ്ങൾ, രത്നങ്ങൾ പതിച്ച പാത്രങ്ങൾ, വാളുകൾ, അങ്ങനെ ഒരു വലിയ നിധിശേഖരം തന്നെ ആ സമ്മാനങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ സമ്മാനങ്ങൾ സുരക്ഷിതമായി എത്തിക്കുക എന്നതായിരുന്നു ഇബ്നു ബത്തൂത്തയുടെ പ്രധാന ചുമതല.
അദ്ദേഹത്തെ സഹായിക്കാനായി മറ്റുദ്യോഗസ്ഥരും സംരക്ഷിക്കാനായി 1000 കുതിരപ്പടയാളികളുള്ള ഒരു സൈന്യവും കൂടെ ഉണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട ആ സംഘം ഒരു ചെറിയ സൈനിക നീക്കം പോലെയായിരുന്നു. പതാകകൾ പാറിക്കൊണ്ട് വാദ്യോപകരണങ്ങളുടെ ശബ്ദഘോഷത്തോടെ അവർ നീങ്ങുമ്പോൾ വഴിയരികിൽ നിന്നവരെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു. പക്ഷേ ഡൽഹി നഗരം വിട്ട് ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നപ്പോൾ യാത്രയുടെ സ്വഭാവം മാറി. സുൽത്താന്റെ അധികാരം നാമമാത്രമായ പ്രാദേശിക രാജാക്കന്മാരും കൊള്ളസംഘങ്ങളും ഭരിക്കുന്ന സ്ഥലങ്ങളിലൂടെയായിരുന്നു അവർക്ക് പോകേണ്ടിയിരുന്നത്. വഴികൾ മോശമായിരുന്നു. പലപ്പോഴും കാടുകളിലൂടെയും മലയിടുക്കുകളിലൂടെയും അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. സുൽത്താന്റെ സൈന്യമുണ്ടായിരുന്നതുകൊണ്ട് സാധാരണ കൊള്ളക്കാരൊന്നും അടുക്കാൻ ധൈര്യപ്പെട്ടില്ല. പക്ഷെ ഒരു ദിവസം മധ്യ ഇന്ത്യയിലെ ഒരു വിജനമായ പാതയിലൂടെ പോകുമ്പോൾ അവർ അപ്രതീക്ഷിതമായി ആക്രമിക്കപ്പെട്ടു. അതൊരു ചെറിയ കൊള്ളസംഘമായിരുന്നില്ല. ആയിരക്കണക്കിന് ഹിന്ദു യോദ്ധാക്കൾ പെട്ടെന്ന് 4 പാട് നിന്നും അവരെ വളഞ്ഞു. ഇബൻ ബത്തൂത്തയുടെ കൂടെയുള്ള സൈന്യം ധീരമായി പോരാടി. പക്ഷേ ശത്രുക്കൾ എണ്ണത്തിൽ വളരെ കൂടുതലായിരുന്നു. അതൊരു യുദ്ധം പോലെയായി. വാളുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം, അമ്പുകൾ ചീരിപ്പായുന്ന ഒച്ച, മുറിവേറ്റവരുടെ നിലവിളികൾ. ഇബൻ ബത്തൂത്ത ഒരു പണ്ഡിതനാണ്, ഒരു യോദ്ധാവല്ല. ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം അങ്ങനെയൊരു യുദ്ധത്തിന്റെ നടുവിൽ പെടുകയായിരുന്നു. അദ്ദേഹം തന്റെ കുതിരയെ അതിവേഗം ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് വഴിതെറ്റി. പ്രധാന സംഘത്തിൽ നിന്ന് അദ്ദേഹം ഒറ്റപ്പെട്ടുപോയി. കുറച്ചു ദൂരം പോയപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ പിടികൂടി. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും എല്ലാം അവർ തട്ടിയെടുത്തു. ഇനി അവർ തന്നെ കൊല്ലുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുൻപ് ഡൽഹിയിൽ വെച്ച് മരണത്തെ മുഖാമുഖം കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം ഒരു കാടിന്റെ നടുവിൽ വെച്ച് അതേ അവസ്ഥ. തന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണെന്ന് അദ്ദേഹം കരുതി. പക്ഷെ എന്തോ ഭാഗ്യത്തിനവർ അദ്ദേഹത്തെ കൊന്നില്ല. ഒരു സാധാരണ യാത്രക്കാരനാണെന്ന് കരുതി വിലപിടിപ്പുള്ളതെല്ലാം എടുത്ത ശേഷം അവർ അദ്ദേഹത്തെ അവിടെ ഉപേക്ഷിച്ച് കടന്നുപോയി. ഏതാണ്ട് 8 ദിവസത്തോളം അദ്ദേഹം ആ കാട്ടിൽ ഒറ്റയ്ക്ക് അലഞ്ഞു നടന്നു. വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന് പലപ്പോഴും ബോധം മറിഞ്ഞു വീണു. ഒടുവിൽ സുൽത്താന്റെ സൈന്യത്തിലെ ഒരു മുസ്ലിം സൈനികൻ അദ്ദേഹത്തെ കണ്ടെത്തി രക്ഷപ്പെടുത്തി. താൻ മരിച്ചവരുടെ ലോകത്ത് നിന്ന് ജീവിക്കുന്നവരുടെ ലോകത്തേക്ക് തിരിച്ചു വന്നതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. അവസാനം ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം സംഘം വീണ്ടും ഒന്നിച്ചു ചേർന്നു. അവർ യാത്ര തുടർന്നു. മാസങ്ങൾക്ക് ശേഷം അവർ ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറൻ തീരത്തെത്തി. മലബാർ തീരത്തെ ഏറ്റവും പ്രശസ്തമായ തുറമുഖ നഗരമായ കോഴിക്കോട്. കോഴിക്കോട് അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊന്നായിരുന്നു. ചൈനയിൽ നിന്നും അറബ് ലോകത്തു നിന്നുമുള്ള കച്ചവട കപ്പലുകൾ സംഗമിക്കുന്ന സ്ഥലം. സുഗന്ധദ്രവ്യങ്ങളുടെ നാട്. ഇബ്നു ബത്തൂത്ത കോഴിക്കോടിന്റെ തിരക്ക് കണ്ട് അത്ഭുതപ്പെട്ടു. പല രാജ്യക്കാർ, പല ഭാഷകൾ. അദ്ദേഹം അവിടുത്തെ ഭരണാധികാരിയായ സാമൂതിരിയെ കണ്ടു. സാമൂതിരി ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നെങ്കിലും മുസ്ലിം കച്ചവടക്കാരോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. അവർക്ക് കച്ചവടം ചെയ്യാനും പള്ളികൾ പണിയാനും എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിരുന്നു. ഇത് ഇബ്നു ബത്തൂത്തയെ ആകർഷിച്ചു. ഡൽഹിയിലെ മതപരമായ അസഹിഷ്ണുതയുമായി താരതമ്യം ചെയ്യുമ്പോൾ മലബാറിലെ ഈ സൗഹൃദാന്തരീക്ഷം അദ്ദേഹത്തിനൊരു പുതിയ അനുഭവമായിരുന്നു. കോഴിക്കോട്ട് നിന്നാണ് ചൈനയിലേക്കുള്ള കപ്പലുകൾ പുറപ്പെടുന്നത്. ചൈനീസ് കപ്പലുകൾ, അതായത് ജങ്കുകൾ, അദ്ദേഹം അതുവരെ കണ്ടിട്ടുള്ള കപ്പലുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അവ വളരെ വലിപ്പമുള്ളവയായിരുന്നു. ഒരു ചെറിയ നഗരം പോലെ. 12ഓളം പായ്മരങ്ങളുള്ള 1000ഓളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പടുകൂറ്റൻ കപ്പലുകൾ. അതിനുള്ളിൽ കച്ചവടക്കാർക്ക് താമസിക്കാനുള്ള മുറികൾ, സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള അറകൾ, എന്തിന് പച്ചക്കറി കൃഷി ചെയ്യാൻ ചെറിയ തോട്ടകൾ പോലുമുണ്ടായിരുന്നു. ഈ കപ്പലുകൾ കണ്ടപ്പോൾ ഇബ്നു ബത്തൂത്തയ്ക്ക് വലിയ ആശ്വാസം തോന്നി. ഇത്രയും വലിയ കപ്പലിൽ അറബിക്കടലിൽ വെച്ച് നേരിട്ടതുപോലെയുള്ള കൊടുങ്കാറ്റ് ഒന്നും പ്രശ്നമാവില്ലെന്ന് അദ്ദേഹം കരുതി. സുൽത്താന്റെ സമ്മാനങ്ങളെല്ലാം 3 വലിയ ജങ്കുകളിലായി കയറ്റി. ഇബ്നു ബത്തൂത്തയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രധാന ഉദ്യോഗസ്ഥരും ഒരു കപ്പലിൽ കയറി. അദ്ദേഹത്തിന്റെ സ്വകാര്യ സമ്പാദ്യങ്ങളും അടിമകളും മറ്റൊരു കപ്പലിലും, കുതിരകൾ 3ാമത്തെ കപ്പലിലുമായിരുന്നു. യാത്ര തുടങ്ങാൻ തയ്യാറായി അവർ കോഴിക്കോട് തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അന്ന് വൈകുന്നേരം കാലാവസ്ഥ പെട്ടെന്ന് മാറി. ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടി ശക്തമായ കാറ്റു വീശാൻ തുടങ്ങി. അതൊരു സാധാരണ മഴയായിരുന്നില്ല, ഒരു വലിയ കൊടുങ്കാറ്റായിരുന്നു അത്. ആരും പ്രതീക്ഷിക്കാത്ത നേരത്ത്
ആഞ്ഞടിച്ച ആ കൊടുങ്കാറ്റിൽ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലുകളെല്ലാം ആടിയുലഞ്ഞു. ഇബ്നു ബത്തൂത്ത അപ്പോൾ കരയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ വച്ചാണ് ആ ദുരന്തം സംഭവിക്കുന്നത്. അദ്ദേഹം യാത്ര ചെയ്യാനിരുന്ന സുൽത്താൻ്റെ സമ്മാനങ്ങൾ ഉണ്ടായിരുന്ന ആ വലിയ ജങ്ക് കൊടുങ്കാറ്റിൽപ്പെട്ട് പാറകളിലിടിച്ച് തകർന്ന തരിപ്പണമായി. അതിലുണ്ടായിരുന്ന ആളുകളെല്ലാം കടലിൽ മുങ്ങി മരിച്ചു. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങളും അടിമകളും ഉണ്ടായിരുന്ന രണ്ടാമത്തെ കപ്പലിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അത് കാറ്റിൽപ്പെട്ട് എങ്ങോട്ടോ ഒഴുകിപ്പോയി. പിന്നീട് ആ കപ്പലിനെക്കുറിച്ചോ അതിലുണ്ടായിരുന്നവരെക്കുറിച്ചോ ആരും കേട്ടിട്ടില്ല. കുതിരകളുണ്ടായിരുന്ന കപ്പൽ മാത്രമാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. ഡൽഹിയിലെ സുൽത്താൻ ചൈനീസ് ചക്രവർത്തിക്ക് കൊടുത്തയച്ച കോടിക്കണക്കിന് വിലമതിക്കുന്ന സമ്മാനങ്ങൾ, ഇബ്നു ബത്തൂത്തയുടെ വർഷങ്ങൾ നീണ്ട സമ്പാദ്യം, അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ, പരിചാരകർ എല്ലാം കടലെടുത്തു. അദ്ദേഹം ആ കാഴ്ച കണ്ട് തകർന്നുപോയി. കരയിൽ നിസ്സഹായനായി നോക്കി നിൽക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ഇനി എന്തു ചെയ്യും? ഡൽഹിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഈ വാർത്ത അറിഞ്ഞാൽ മുഹമ്മദ് ബിൻ തുഗ്ലക് തന്നെ കൊല്ലുമെന്ന് ഉറപ്പാണ്. ചൈനയിലേക്ക് പോകാൻ കപ്പലുമില്ല, സമ്മാനങ്ങളുമില്ല. അദ്ദേഹം വീണ്ടും ഒറ്റയ്ക്കായി. കയ്യിലാകെയുള്ളത് കുറച്ച് വസ്ത്രങ്ങളും ചെറിയൊരു തുക പണവും മാത്രം. വർഷങ്ങൾക്ക് മുൻപ് ടാഞ്ചിയറിൽ നിന്ന് യാത്ര തുടങ്ങിയ ആ ചെറുപ്പക്കാരൻ്റെ അതേ അവസ്ഥയിൽ. പക്ഷേ ഇത്തവണ ഹൃദയം തകർന്നുകൊണ്ട് അദ്ദേഹം കോഴിക്കോട്ടെ തീരത്ത് നിന്നു. ആ കപ്പൽ ഛേദം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. കോഴിക്കോട്ടെ ആ കപ്പൽ ഛേദം ഇബ്നു ബത്തൂത്തയെ മാനസികമായും സാമ്പത്തികമായും തകർത്തു. മുന്നോട്ടെന്തു ചെയ്യണമെന്നറിയാതെ കുറച്ചുനാൾ അദ്ദേഹം മലബാർ തീരത്ത് തന്നെ കഴിച്ചുകൂട്ടി. ഡൽഹിയിലേക്കുള്ള മടക്കം ആത്മഹത്യാപരമാണ്. ചൈനയിലേക്കുള്ള ദൗത്യം അസാധ്യമായി കഴിഞ്ഞു. സുൽത്താന്റെ കണ്ണിൽ നിന്ന് കഴിയുന്നത്ര ദൂരേക്ക് പോകുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു വഴി. ഈ സമയത്താണ് അദ്ദേഹം മാലിദ്വീപുകളെക്കുറിച്ച് കേൾക്കുന്നത്. അറബിക്കടലിൽ ചിതറിക്കിടക്കുന്ന ആയിരക്കണക്കിന് പവിഴദ്വീപുകളുടെ ഒരു കൂട്ടം. ശാന്തമായ മനോഹരമായൊരു സ്ഥലം. അവിടുത്തെ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. ഒരു പക്ഷേ അവിടെ ചെന്നാൽ തനിക്ക് കുറച്ചുകാലം സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ ഒരു ചെറിയ കപ്പലിൽ അദ്ദേഹം മാലിദ്വീപുകളിലേക്ക് യാത്ര തിരിച്ചു. മാലിദ്വീപിലെത്തിയപ്പോൾ അദ്ദേഹം കണ്ടത് താൻ സങ്കൽപ്പിച്ചതിലും മനോഹരമായൊരു നാടാണ്. തെങ്ങോലകൾ മേഞ്ഞ ചെറിയ വീടുകൾ, വെളുത്ത മണൽ വിരിച്ച കടൽ തീരം, നീലാകാശത്തിൻ്റെ നിറമുള്ള കടൽ. അവിടുത്തെ ജീവിതം വളരെ ലളിതമായിരുന്നു. ആളുകളുടെ പ്രധാന ഭക്ഷണം മീനും തേങ്ങയും ചോറുമാണ്. അവരുടെ വസ്ത്രധാരണം വളരെ ലളിതമാണ്. പുരുഷന്മാർ അരയിൽ ഒരു മുണ്ടു മാത്രം ധരിക്കും, സ്ത്രീകൾ ചെറിയൊരു മേൽവസ്ത്രവും. ഇത് കണ്ട് ഇബ്നു ബത്തൂത്തയ്ക്ക് ചെറിയൊരു സാംസ്കാരിക ആശ്ചര്യമുണ്ടായി. കാരണം അദ്ദേഹം വരുന്നത് സ്ത്രീകൾ ശരീരം മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്നാണ്. മാലദ്വീപ് ഭരിക്കുന്നത് ഒരു സുൽത്താനിയായിരുന്നു, അതായത് ഒരു വനിതാ ഭരണാധികാരി. ഖദീജ എന്നായിരുന്നു അവരുടെ പേര്. അവരുടെ ഭർത്താവായിരുന്നു പ്രധാനമന്ത്രി. ഇതൊക്കെ ഇബ്നു ബത്തൂത്തയ്ക്ക് പുതിയ കാഴ്ചകളായിരുന്നു. അദ്ദേഹം ദ്വീപിലെത്തിയെന്ന വാർത്ത അറിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഡൽഹി സുൽത്താന്റെ മുൻ ഖാസിയായിരുന്ന, ലോകം മുഴുവൻ സഞ്ചരിച്ച ഒരു പണ്ഡിതനെന്ന നിലയിൽ ഇബ്നു ബത്തൂത്തയ്ക്ക് അവിടെ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ അറിവും ലോകപരിചയവും പ്രധാനമന്ത്രിയെ വല്ലാതെ ആകർഷിച്ചു. മാലിദ്വീപിലെ നിയമവ്യവസ്ഥ അത്ര ശക്തമായിരുന്നില്ല. ആളുകൾക്കിടയിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ കൃത്യമായ നിയമങ്ങളോ ന്യായാധിപന്മാരോ ഉണ്ടായിരുന്നില്ല. ഇബ്നു ബത്തൂത്തയുടെ നിയമത്തിലുള്ള പാണ്ഡിത്യം മനസ്സിലാക്കിയ പ്രധാനമന്ത്രി അദ്ദേഹത്തോട് മാലിദ്വീപിലെ ഖാസിയായി ചുമതലയേൽക്കാൻ ആവശ്യപ്പെട്ടു. ഡൽഹിയിലെ അനുഭവം കാരണം ഒരു ഭരണാധികാരിയുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇബ്നു ബത്തൂത്തയ്ക്ക് ആദ്യം മടിയായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ആ സ്ഥാനം സ്വീകരിച്ചു. അങ്ങനെ വിശ്രമിക്കാനായി വന്നയാൾ വീണ്ടും ഒരു ന്യായാധിപന്റെ കുപ്പായമണിഞ്ഞു. മാലിദ്വീപിലെ ഖാസിയായുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഡൽഹിയിലേതുപോലെ ആയിരുന്നില്ല. ഇവിടെ നിയമങ്ങൾ വളരെ കർശനമായി നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു.
ഉദാഹരണത്തിന്, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ വരാത്ത പുരുഷന്മാരെ പരസ്യമായി ശിക്ഷിക്കാൻ തുടങ്ങി. സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് അദ്ദേഹം ഉത്തരവിട്ടു. കള്ളന്മാരുടെ കൈ വെട്ടിമാറ്റുന്നതുപോലുള്ള കടുത്ത ശിക്ഷകൾ നടപ്പിലാക്കി. ഈ മാറ്റങ്ങൾ അവിടുത്തെ സാധാരണക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ ശീലിച്ചു വന്ന ലളിതമായ ജീവിതരീതിക്ക് എതിരായിരുന്നു ഇബ്നു ബത്തൂത്തയുടെ കർശനമായ നിയമങ്ങൾ. അതോടെ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ടായി. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഖാസി എന്ന നിലയിൽ അദ്ദേഹം അവിടുത്തെ രാജകുടുംബത്തിൽ നിന്നുൾപ്പെടെ 4 സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഇതിലൊന്ന് സുൽത്താൻ്റെ ബന്ധുവായിരുന്നു. ഇത് അദ്ദേഹത്തിന് കൂടുതൽ അധികാരം നൽകി, പക്ഷേ അതോടൊപ്പം അസൂയാലുക്കളെയും സൃഷ്ടിച്ചു. പ്രധാനമന്ത്രിക്ക് പോലും ഇബ്നു ബത്തൂത്തയുടെ വളർച്ചയിൽ ഭയം തോന്നിത്തുടങ്ങി. ഈ വിദേശി തൻ്റെ അധികാരം തട്ടിയെടുക്കുമോ എന്ന് അദ്ദേഹം ഭയന്നു. അങ്ങനെ കൊട്ടാരത്തിൽ ഇബ്നു ബത്തൂത്തയ്ക്കെതിരെ പല ഗൂഢാലോചനകളും നടന്നു. അവസാനം ആ നാട്ടിൽ തനിക്കിനി നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഇബ്നു ബത്തൂത്ത 9 മാസത്തെ താമസത്തിന് ശേഷം മാലിദ്വീപിൽ നിന്ന് സ്വയം നാടുകടന്നു പോകാൻ തീരുമാനിച്ചു. മാലിദ്വീപിലെ ആഡംബരവും അധികാരവും നിറഞ്ഞ, എന്നാൽ പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതത്തോട് വിട പറഞ്ഞ് ഇബ്നു ബത്തൂത്ത തൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു. ശ്രീലങ്കയായിരുന്നു ആ ലക്ഷ്യം. ശ്രീലങ്കയെ അക്കാലത്ത് സറൻഡിബ് എന്നായിരുന്നു അറബികൾ വിളിച്ചിരുന്നത്. അവിടെയുള്ള ആദമിൻ്റെ മല കയറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം. ആദം നബി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ആദ്യമായി ഭൂമിയിൽ കാലുകുത്തിയത് ആ മലയുടെ മുകളിലാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിച്ചിരുന്നു. ആ കാൽപ്പാടുകൾ കാണുക എന്നത് ഒരു പുണ്യമായി അവർ കരുതി. അങ്ങനെ ശ്രീലങ്കയിലെത്തിയ ഇബ്നു ബത്തൂത്ത അവിടുത്തെ ഭരണാധികാരിയായ ആര്യചക്രവർത്തിയെ സന്ദർശിച്ചു. അദ്ദേഹം ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു, പക്ഷേ മറ്റു മതങ്ങളോട് വലിയ ബഹുമാനമുള്ള ആളായിരുന്നു. ഇബ്നു ബത്തൂത്തയുടെ യാത്രയുടെ ഉദ്ദേശമറിഞ്ഞപ്പോൾ രാജാവ് അദ്ദേഹത്തിന് മല കയറാനുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. വഴികാട്ടികളെയും സംരക്ഷകരെയും കൂടെ അയച്ചു. ശ്രീലങ്കയുടെ ഉൾപ്രദേശങ്ങളിലൂടെയുള്ള ആ യാത്ര ഇബ്നു ബത്തൂത്തയ്ക്ക് പുതിയൊരു അനുഭവമായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ കാടുകൾ, വെള്ളച്ചാട്ടങ്ങൾ, വഴിനീളെ കാണുന്ന ആനക്കൂട്ടങ്ങൾ, അവിടുത്തെ രത്നഖനികളെക്കുറിച്ചും കറുവപ്പട്ട മരങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ അത്ഭുതത്തോടെ എഴുതുന്നുണ്ട്. ആദംമലയിലേക്കുള്ള കയറ്റം വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. കുത്തനെയുള്ള പാറക്കെട്ടുകളിലൂടെ ചങ്ങലകളിൽ തൂങ്ങിപ്പിടിച്ചാണ് മുകളിലേക്ക് കയറേണ്ടിയിരുന്നത്. വഴിയിൽ വെച്ച് അദ്ദേഹം ബുദ്ധമത സന്യാസിമാരെയും ഹിന്ദു യോഗികളെയും കണ്ടുമുട്ടി. അവരും ആ മലയെ ഒരു പുണ്യസ്ഥലമായിട്ടാണ് കണ്ടിരുന്നത്. മലമുകളിലെത്തിയപ്പോൾ അദ്ദേഹം ആ വലിയ കാൽപ്പാടുകൾ കണ്ടു. ആ കാഴ്ച അദ്ദേഹത്തിന് വലിയൊരു ആത്മീയ അനുഭൂതി നൽകി. പല മതത്തിലുള്ള ആളുകൾ ഒരേ സ്ഥലത്തെ പുണ്യമായി കണ്ട് സമാധാനപരമായി തങ്ങളുടെ പ്രാർത്ഥനകൾ നടത്തുന്ന ആ കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. ശ്രീലങ്കയിൽ നിന്ന് തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ കപ്പൽ വീണ്ടും ഒരു കൊടുങ്കാട്ടിൽപ്പെട്ടു. ഇത്തവണ കപ്പൽ തകർന്നെങ്കിലും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷെ കൂടെ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടമായി. ദിവസങ്ങളോളം ഒരു പലകയിൽ പിടിച്ചുകിടന്ന് കടലിൽ ഒഴുകി നടന്ന ശേഷം ഒടുവിൽ അദ്ദേഹത്തെ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ളൊരു കപ്പൽ കണ്ടെത്തി രക്ഷപ്പെടുത്തി. പക്ഷെ ആ ഭാഗ്യം അധികനേരം നീണ്ടുനിന്നില്ല. അദ്ദേഹത്തെ രക്ഷിച്ച കപ്പൽ കടൽ കൊള്ളക്കാർ ആക്രമിച്ചു. ഇബ്നു ബത്തൂത്തയുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന അവസാനത്തെ നാണയത്തുട്ടുകൾ വരെ അവർ തട്ടിയെടുത്തു. വീണ്ടും അദ്ദേഹം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ തെരുവിലായി. ഈ സംഭവത്തിന് ശേഷം കുറച്ചുകാലം അദ്ദേഹം ബംഗാളിലും സുമാത്തയിലും പിന്നെ വീണ്ടും മാലിദ്വീപിലുമൊക്കെയായി അലഞ്ഞുതിരിഞ്ഞു. ആ പഴയ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ട ഒരു സാധാരണ ഭിക്ഷാന്തേഹിയെപ്പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ചരിത്രകാരന്മാർക്കിടയിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ കപ്പൽ ഛേദത്തിനും കൊള്ളയടിക്കപ്പെട്ടതിനും ശേഷം ഇബ്നു ബത്തൂത്തയുടെ യാത്രകളെക്കുറിച്ചുള്ള വിവരണങ്ങൾക്ക് മുൻപുള്ളത്ര വ്യക്തതയില്ല. ഒരുപക്ഷെ ആ ദുരന്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ ബാധിച്ചിരിക്കാം, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ പിന്നീട് ഓർത്തെഴുതിയപ്പോൾ ഭാവന കൂട്ടിച്ചേർത്തതാവാം. എന്തുതന്നെ ആയാലും ഡൽഹിയിലെ ഖാസിയായിരുന്ന ആൾ ഇപ്പോൾ വെറും കൈയോടെ ഒരു തീരത്ത് നിന്ന് മറ്റൊരു തീരത്തേക്ക് അലയുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സഞ്ചാരി അപ്പോഴും മരിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു ലക്ഷ്യം ബാക്കിയുണ്ടായിരുന്നു. അലക്സാണ്ട്രിയയിലെ സൂഫി വര്യൻ പ്രവചിച്ച ആ വലിയ നാട് ചൈന. എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ആ സ്വപ്നം അദ്ദേഹം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല.
കോഴിക്കോട്ട് കപ്പൽഛേദവും ശ്രീലങ്കയിൽ നിന്നുള്ള മടക്കയാത്രയിലെ ദുരന്തങ്ങളും ഇബ്നു ബത്തൂത്തയെ തളർത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ സഞ്ചാരിയെ കൊല്ലാൻ അതിനായില്ല. പലയിടങ്ങളിലായി അലഞ്ഞുതിരിഞ്ഞും ചെറിയ കച്ചവടങ്ങൾ ചെയ്തും അദ്ദേഹം വീണ്ടും പണം സമ്പാദിച്ചു. ചൈന എന്ന സ്വപ്നം അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോഴും കെടാതെ നിന്നിരുന്നു. ബംഗാളിൽ നിന്നും സുമാത്രയിൽ നിന്നും കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള കച്ചവട കപ്പലുകളിൽ കയറിപ്പറ്റി ഒടുവിൽ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹം ചൈനയുടെ തീരത്തെത്തി. അദ്ദേഹം ആദ്യമായി കാലുകുത്തിയത് സെയ്ത്തൂൻ എന്ന അറബികൾ വിളിച്ചിരുന്ന തുറമുഖ നഗരത്തിലാണ്, ഇന്നത്തെ ക്വാൻജോ. ചൈനീസ് മണ്ണിലെ ആദ്യത്തെ കാൽവെപ്പ് അദ്ദേഹത്തിന് നൽകിയത് ഒരു സാംസ്കാരിക അതിർച്ചയായിരുന്നു. അതുവരെ അദ്ദേഹം കണ്ട ലോകങ്ങളിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായിരുന്നു ചൈന. സെയ്ത്തൂൻ തുറമുഖം തന്നെ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു അത്. നൂറുകണക്കിന് കൂറ്റൻ ചൈനീസ് ജങ്കുകൾ അവിടെ നങ്കൂരമിട്ടിരിക്കുന്നു. അതിനേക്കാൾ ചെറിയ ആയിരക്കണക്കിന് കപ്പലുകളും. ആ തുറമുഖത്തിന്റെ വലിപ്പം മാത്രമല്ല, അതിന്റെ ചിട്ടയും വ്യവസ്ഥയുമാണ് ഇബ്നു ബത്തൂത്തയെ ആകർഷിച്ചത്. എല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഓരോ കപ്പലിൽ നിന്നും വരുന്ന ആളുകളുടെയും സാധനങ്ങളുടെയും കണക്കുകൾ ഉദ്യോഗസ്ഥർ സൂക്ഷിക്കുന്നു. വിദേശത്തു നിന്ന് വരുന്ന ഓരോ കച്ചവടക്കാരനെയും അവർ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. പക്ഷേ അതേസമയം അവരുടെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നുമുണ്ട്. ഇവിടെ വെച്ചാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ആദ്യമായി പേപ്പർ പണം കാണുന്നത്. കടലാസ് കഷണങ്ങൾക്ക് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വിലയുണ്ടെന്നത് അദ്ദേഹത്തിന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് അത്ഭുതത്തോടെ എഴുതുന്നുണ്ട്. ചൈനക്കാർ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ കച്ചവടം ചെയ്യുന്നില്ല, അദ്ദേഹം പറയുന്നു. അവർ ചെയ്യുന്നത് ഈ കടലാസ് കഷണങ്ങൾ പരസ്പരം കൈമാറുകയാണ്. ഓരോ കടലാസിനും 1 ദിനാറിൻ്റെയോ ദിർഹത്തിൻ്റെയോ മൂല്യമുണ്ട്. ആർക്കെങ്കിലും ഈ കടലാസ് കീറിപ്പോയാൽ അയാൾക്ക് അത് സർക്കാർ ഓഫീസിൽ കൊണ്ടുപോയി പുതിയൊരെണ്ണം വാങ്ങാം. ഈ സംവിധാനം നിയന്ത്രിക്കുന്നത് ചക്രവർത്തിയാണ്. ആരെങ്കിലും സ്വന്തമായി പേപ്പർ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള ശിക്ഷ മരണമാണ്. ഈ സാമ്പത്തിക വ്യവസ്ഥിതി ഇബ്നു ബത്തൂത്തയ്ക്ക് തികച്ചും അപരിചിതമായിരുന്നു. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കല്ലും ലോഹവും ഷെല്ലുകളും പണമായി ഉപയോഗിക്കുമ്പോൾ ചൈനക്കാർ കടലാസ് ഉപയോഗിച്ച് സാമ്പത്തിക വ്യവസ്ഥിതി കെട്ടിപ്പടുത്തിരിക്കുന്നു. അത് ആ രാജ്യത്തിൻ്റെ ഭരണകൂടം എത്രത്തോളം ശക്തമാണെന്നതിൻ്റെ തെളിവായിരുന്നു. മറ്റൊരത്ഭുതം അവിടുത്തെ കരകൗശല വസ്തുക്കളായിരുന്നു. പ്രത്യേകിച്ചും ചൈനാവെയർ എന്നറിയപ്പെടുന്ന മൺപാത്രങ്ങൾ. അത്രയും മനോഹരവും മിനുസ്സുമുള്ളതുമായ പാത്രങ്ങൾ അദ്ദേഹം മുൻപ് കണ്ടിട്ടേയില്ല. അവ ഇന്ത്യയിലേക്ക് പോലും കയറ്റി അയക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പക്ഷേ ചൈനയിൽ കിട്ടുന്നത്ര നല്ല പാത്രങ്ങൾ വേറെ എവിടെയും കിട്ടില്ല. അതുപോലെ പട്ടുതുണികൾ. ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് നിർമ്മിക്കുന്നത് ചൈനയിലാണ്. പല നിറത്തിലും ഡിസൈനിലുമുള്ള പട്ടുതുണികൾ അവിടുത്തെ ചന്തകളിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഈ രാജ്യത്തിന് പുറം ലോകത്തു നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അവർക്ക് ആവശ്യമുള്ളതെല്ലാം അതിനേക്കാൾ മികച്ചത് അവർ സ്വന്തമായി നിർമ്മിക്കുന്നു. പക്ഷേ ഈ ഭൗതികമായ പുരോഗതികൾക്കിടയിലും ഇബ്നു ബത്തൂത്തയ്ക്ക് ചൈനയുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം അവിടുത്തെ സംസ്കാരവും മതവുമായിരുന്നു. ചൈനക്കാർ ഭൂരിഭാഗവും ബുദ്ധമതക്കാരോ അല്ലെങ്കിൽ മറ്റു പ്രാദേശിക മതങ്ങളിൽ വിശ്വസിക്കുന്നവരോ ആയിരുന്നു. അവർ അവിശ്വാസികളാണെന്ന് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ പലതവണ പറയുന്നുണ്ട്. പന്നിയുടെയും നായയുടെയുമൊക്കെ ഇറച്ചി അവർ സാധാരണയായി കഴിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് വെറുപ്പ് തോന്നി. അമ്പലങ്ങളിൽ ചെന്നപ്പോൾ അവിടെ പലതരം വിഗ്രഹങ്ങൾ ആരാധനയ്ക്കായി വച്ചിരിക്കുന്നത് കണ്ട് അദ്ദേഹം അസ്വസ്ഥനായി. അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ലോകവീക്ഷണത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അതെല്ലാം. ചൈനയിലെ മുസ്ലിം സമൂഹം വളരെ ചെറുതായിരുന്നു. പ്രധാനമായും വിദേശത്ത് നിന്ന് വന്ന കച്ചവടക്കാരും അവരുടെ പിൻഗാമികളുമായിരുന്നു അവർ. അവർക്ക് സ്വന്തമായി പള്ളികളും താമസിക്കാൻ പ്രത്യേക സ്ഥലങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ പൊതുസമൂഹത്തിൽ നിന്ന് അല്പം അകന്നാണ് ജീവിച്ചിരുന്നത്. ഇബ്നു ബത്തൂത്ത ഒരു മുസ്ലിം പണ്ഡിതനാണെന്നറിഞ്ഞപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ അദ്ദേഹത്തിന് വലിയ സ്വീകരണം നൽകി. അദ്ദേഹത്തിന് താമസിക്കാനും യാത്ര ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു. പക്ഷേ ആ സമൂഹത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടാൻ ഇബ്നു ബത്തൂത്ത തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് ചൈനയുടെ ഉൾനാടുകൾ കാണണമായിരുന്നു. അദ്ദേഹം ചൈനയിലെ ഗ്രാൻഡ് കനാൽ വഴി യാത്ര ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ജലപാതയാണത്. ആ കനാലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഗ്രാമങ്ങളും പട്ടണങ്ങളും കൃഷിയിടങ്ങളും കണ്ടുകൊണ്ടുള്ള യാത്ര അദ്ദേഹത്തിന് പുതിയൊരു അനുഭവമായിരുന്നു. അവിടുത്തെ കൃഷിരീതികൾ, പ്രത്യേകിച്ചും നെൽകൃഷി, വളരെ ചിട്ടയായതും കാര്യക്ഷമവുമായിരുന്നു.
ഓരോ ഇഞ്ച് സ്ഥലവും അവർ പ്രയോജനപ്പെടുത്തിയിരുന്നു. യാത്രക്കാർക്ക് താമസിക്കാനായി വഴിയോരങ്ങളിൽ സത്രങ്ങളുണ്ടായിരുന്നു. ഓരോ സത്രത്തിലും ഒരു നിയന്ത്രണമുണ്ട്. അവിടെ താമസിക്കുന്നവരുടെ എല്ലാം വിവരങ്ങൾ അവർ രേഖപ്പെടുത്തി വയ്ക്കും. ഒരു വിദേശി എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നെല്ലാം ഭരണകൂടം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ശക്തമായൊരു ഭരണ സംവിധാനം അദ്ദേഹം മറ്റൊരിടത്തും കണ്ടിട്ടില്ല. ശേഷം അദ്ദേഹം ഖാൻസ എന്ന നഗരത്തിലെത്തി, അതായത് ഇന്നത്തെ ഹാങ്ഷു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നഗരം എന്നാണ് അദ്ദേഹം ഖാൻസയെ വിശേഷിപ്പിച്ചത്. ഒരു വലിയ കായലിൻ്റെ കരയിലായിരുന്നു ആ നഗരം. മനോഹരമായ മരപ്പാലങ്ങൾ, പൂന്തോട്ടങ്ങൾ, വലിയ മാർക്കറ്റുകൾ. ആ നഗരത്തിൻ്റെ സൗന്ദര്യം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. പക്ഷെ അതേസമയം ആ സൗന്ദര്യത്തിന് താഴെയുള്ള അന്യതാബോധം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടുമിരുന്നു. താൻ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള നാട്ടിലൂടെയല്ല സഞ്ചരിക്കുന്നത് എന്ന ചിന്ത അദ്ദേഹത്തിന് പലപ്പോഴും ഭയം നൽകി. ചൈന ഒരു മനോഹരമായ രാജ്യമാണ്, അദ്ദേഹം എഴുതി. പക്ഷേ അതെൻ്റെ മനസ്സിന് ഒരു സന്തോഷവും നൽകിയില്ല. അവിശ്വാസികളുടെ ആധിപത്യം എന്നെ വല്ലാതെ അലട്ടി. ഞാൻ താമസിക്കുന്ന മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. കാരണം പുറത്ത് ഞാൻ കാണുന്ന കാഴ്ചകളൊന്നും എനിക്കിഷ്ടപ്പെട്ടതായിരുന്നില്ല. ചില പണ്ഡിതന്മാർക്കിടയിൽ ഇബ്നു ബത്തൂത്ത ശരിക്കും ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗ് വരെ യാത്ര ചെയ്തിരുന്നോ എന്നതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട്. അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തെക്കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ടെങ്കിലും ആ വിവരണങ്ങൾ മാർക്കോപോളോ പോലുള്ള മറ്റു സഞ്ചാരികളുടെ വിവരണങ്ങളെ ആശ്രയിച്ചുള്ളതാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിലെ ചില സ്ഥലപ്പേരുകളും തീയതികളും ചരിത്രപരമായ രേഖകളുമായി പൊരുത്തപ്പെടുന്നില്ല. ഒരുപക്ഷേ അദ്ദേഹം ചൈനയുടെ തെക്കൻ തീരപ്രദേശങ്ങളിൽ മാത്രമായിരിക്കാം കൂടുതൽ സമയവും ചിലവഴിച്ചത്. ഉൾനാടുകളിലേക്കുള്ള യാത്രയെക്കുറിച്ച് കേട്ടറിവുകൾ വച്ച് എഴുതിയതുമാവാം. എന്തുതന്നെയായാലും ചൈനയിലെ അനുഭവങ്ങൾ ഇബ്നു ബത്തൂത്തയ്ക്ക് ഒരു പൂർണ്ണത നൽകി. അദ്ദേഹം അതുവരെ കണ്ട ഇസ്ലാമിക ലോകത്തിനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും അപ്പുറം തികച്ചും വ്യത്യസ്തമായൊരു നാഗരികത കൂടിയുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ലോകം താൻ കരുതിയതിലും എത്രയോ വലുതും വൈവിധ്യം നിറഞ്ഞതുമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഏകദേശം 1 വർഷത്തോളം ചൈനയിൽ ചിലവഴിച്ച ശേഷം അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്രയ്ക്ക് തയ്യാറെടുത്തു. വീട്ടിലേക്കുള്ള മടക്കയാത്ര. 28 വർഷത്തോളമായി അദ്ദേഹം തൻ്റെ നാടും വീടും വിട്ടിട്ട്. ഇനി മടങ്ങിവരാൻ കഴിയുമോ എന്നറിയില്ലെങ്കിലും ആ നീണ്ട യാത്രയുടെ അവസാനത്തിന് സമയമായെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങിയിരുന്നു. ചൈനയിൽ നിന്നും മടങ്ങാൻ തീരുമാനിച്ച ഇബ്നു ബത്തൂത്തയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ലക്ഷ്യം മാത്രമേയുള്ളൂ: സ്വന്തം നാടായ മൊറോക്കോ. പക്ഷെ ആ മടക്കയാത്ര വന്ന വഴിയേക്കാൾ ദുർഘടമായിരുന്നു. കടൽമാർഗം തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. സുമാത്രയും മലബാർ തീരവും കടന്ന് പേർഷ്യൻ ഗൾഫ് വഴി അദ്ദേഹം ബാഗ്ദാദിലും ഡമാസ്കസിലുമൊക്കെ ഒരിക്കൽ കൂടി എത്തിച്ചേർന്നു. പക്ഷേ അദ്ദേഹം കാണുന്ന ഈ നഗരങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് താൻ കണ്ട ആ നഗരങ്ങളായിരുന്നില്ല. എന്തോ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. തെരുവുകളിൽ ആളനക്കം കുറവാണ്. പല വീടുകളുടെയും വാതിലുകൾ അടഞ്ഞുകിടക്കുന്നു. എവിടെയും ഒരുതരം ഭയവും ദുഃഖവും തളം കെട്ടി നിൽക്കുന്നു. കറുത്ത മരണം എന്നറിയപ്പെടുന്ന പ്ലേഗ് എന്ന മഹാമാരി അപ്പോഴേക്കും ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കും പടർന്നു പിടിക്കാൻ തുടങ്ങിയിരുന്നു. ഡമാസ്കസിലെത്തിയപ്പോൾ അദ്ദേഹം ആ ദുരന്തത്തിൻ്റെ ഭീകരത നേരിൽ കണ്ടു. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് മരിച്ചു വീഴുന്നത്. പള്ളികളിൽ പ്രാർത്ഥനകൾക്ക് വരുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കുറഞ്ഞു വരുന്നു. മുൻപ് ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞിരുന്ന ചന്തകൾ വിജനമായിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവരെ അടക്കാൻ പോലും സ്ഥലം കിട്ടാത്ത അവസ്ഥ. ഇബ്നു ബത്തൂത്തയുടെ യാത്രയുടെ തുടക്കത്തിൽ അദ്ദേഹം കണ്ടിരുന്ന ലോകം ജീവനും ആഘോഷവും നിറഞ്ഞതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ യാത്രയുടെ അവസാനത്തിൽ അദ്ദേഹം കാണുന്നത് മരണത്തിൻ്റെയും നിശ്ശബ്ദതയുടെയും ലോകമാണ്. ഈ കാഴ്ചകൾ അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. തൻ്റെ യാത്രയുടെ അർത്ഥം എന്താണെന്ന് ഒരുപക്ഷെ അദ്ദേഹം ആ നിമിഷങ്ങളിൽ ചിന്തിച്ചിരിക്കാം. താൻ കണ്ട രാജ്യങ്ങൾ, കണ്ടുമുട്ടിയ മനുഷ്യർ, നേടിയ അറിവുകൾ, ഇവയെല്ലാം ഈ മഹാമാരിയുടെ മുന്നിൽ എത്ര നിസ്സാരമാണ്. ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. ഗാസ, കൈറോ തുടങ്ങിയ നഗരങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും ഇതേ കാഴ്ചകൾ തന്നെയായിരുന്നു.
പ്ലേഗ് ഒരു കരിനിഴൽ പോലെ ലോകത്തെ ആകെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ 1349 തൻ്റെ യാത്ര തുടങ്ങി ഏകദേശം 24 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും വടക്കേ ആഫ്രിക്കൻ തീരത്തെത്തി, അവിടെ നിന്ന് തൻ്റെ ജന്മനാടായ ടാഞ്ചിയറിലേക്ക്. ആ യാത്രയുടെ അവസാനത്തെ ഓർത്ത് കുറച്ചു മൈലുകളോളം അദ്ദേഹത്തിൻ്റെ ഹൃദയം പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് താൻ ഈ മണ്ണിൽ നിന്ന് പോയത്. ഇപ്പോൾ തനിക്കൊരു മധ്യവയസ്കന്റെ പ്രായമായി. തൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടാവുമോ? സുഹൃത്തുക്കൾ തന്നെ തിരിച്ചറിയുമോ? ടാഞ്ചിയർ നഗരത്തിന് എന്ത് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും? 1000 ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒടുവിൽ അദ്ദേഹം ടാഞ്ചിയറിൻ്റെ പടിവാതിൽക്കലെത്തി. ആ നഗരം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന് ആ നഗരത്തിൻ്റെ ഓരോ കോണും ഓർമ്മയുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ പഴയ വീട് ലക്ഷ്യമാക്കി നടന്നു. പക്ഷേ അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് ഹൃദയം തകർക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പ്ലേഗ് ബാധിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടിരുന്നു. വർഷങ്ങൾക്ക് മുൻപേ അച്ഛനും മരിച്ചുപോയെന്ന വാർത്തയും അദ്ദേഹം അറിഞ്ഞു. ആരെ കാണാനാണോ, ആരുടെ മടിയിൽ തലചായ്ക്കാനാണോ താൻ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നത്, അവർ രണ്ടുപേരും ഇനിയില്ല. ആ നിമിഷം ലോകം മുഴുവൻ കീഴടക്കിയ ആ സഞ്ചാരി തൻ്റെ സ്വന്തം വീടിൻ്റെ മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തകർന്നുപോയി. ആ വലിയ യാത്രയുടെ സന്തോഷങ്ങളെല്ലാം ആ ഒരൊറ്റ നിമിഷത്തെ ദുഃഖത്തിൽ അലിഞ്ഞില്ലാതായതുപോലെ അദ്ദേഹത്തിന് തോന്നി. സ്വന്തം നാട്ടിലെത്തിയെങ്കിലും ഇബ്നു ബത്തൂത്തയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. ടാഞ്ചിയറിലെ ഓരോ തെരുവും ഓരോ കെട്ടിടവും അദ്ദേഹത്തെ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മാതാപിതാക്കളില്ലാത്ത ആ വീട് അദ്ദേഹത്തിന് ഒരു തടവര പോലെ തോന്നി. ലോകം മുഴുവൻ കണ്ടിട്ടും സ്വന്തം നാട്ടിൽ അദ്ദേഹം ഒരു അന്യനെ പോലെയായി. ഒരു സഞ്ചാരിക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാനാവില്ലെന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. യാത്രയുടെ ലഹരി അപ്പോഴും അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയിരുന്നില്ല. താൻ കണ്ട ലോകത്തിൽ ഇനിയും കാണാത്ത ചില കോണുകളുണ്ടെന്ന് അദ്ദേഹം ഓർത്തു. ആഫ്രിക്കൻ വൻകരയുടെ ഉൾഭാഗം, സഹാര മരുഭൂമിക്കപ്പുറമുള്ള കറുത്ത മനുഷ്യരുടെ സാമ്രാജ്യങ്ങൾ. അങ്ങനെ ടാഞ്ചിയറിൽ തിരിച്ചെത്തി മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ വലിയ യാത്രയ്ക്ക് തയ്യാറെടുത്തു. ഇത്തവണ സ്പെയിനിലേക്കും അവിടെ നിന്ന് സഹാറ മരുഭൂമി കടന്ന് മാലി സാമ്രാജ്യത്തിലേക്കുമാണ് യാത്ര. സഹാറ മരുഭൂമിയിലൂടെയുള്ള യാത്ര അദ്ദേഹം അതുവരെ നടത്തിയ യാത്രകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. അതൊരു മണൽ കടലായിരുന്നു. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മണൽ കൂനകൾ മാത്രം. പകൽ സമയത്ത് തലച്ചോറ് വരെ വെന്തുപോകുന്ന ചൂട്, രാത്രിയിൽ എല്ലുമരവിക്കുന്ന തണുപ്പ്. വഴിതെറ്റിയാൽ മരണമുറപ്പാണ്. ഉപ്പും സ്വർണവും കൈമാറ്റം ചെയ്യുന്ന ഒരു വലിയ കച്ചവട സംഘത്തോടൊപ്പം ചേർന്നാണ് അദ്ദേഹം ആ മരുഭൂമി കടന്നത്. ആയിരക്കണക്കിന് ഒട്ടകങ്ങളുള്ള ആ സംഘം മണലിലൂടെ ഒരു പുഴ പോലെ ഒഴുകി നീങ്ങുന്നത് ഒരത്ഭുത കാഴ്ചയായിരുന്നു. രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ ഒരു വഴികാട്ടിയെപ്പോലെ തിളങ്ങി നിന്നു. ആ യാത്രയിൽ വെള്ളമായിരുന്നു സ്വർണത്തേക്കാൾ വിലപ്പെട്ടത്. ഓരോ തുള്ളിയും അവർ ശ്രദ്ധിച്ചാണ് ഉപയോഗിച്ചത്. മാസങ്ങൾ നീണ്ട ആ ദുർഘടമായ യാത്രയ്ക്കൊടുവിൽ അവർ സഹാറയുടെ തെക്കേ അറ്റത്തെത്തി. നൈജർ നദിയുടെ കരയിലുള്ള മാലി സാമ്രാജ്യത്തിൻ്റെ മണ്ണിലേക്ക് അവർ പ്രവേശിച്ചു. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു മാലി. അതിൻ്റെ പ്രശസ്തിക്ക് കാരണം മുൻ ഭരണാധികാരിയായിരുന്ന മൻസ മൂസയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കയിലേക്കുള്ള ഹജ്ജ് യാത്രയിൽ അദ്ദേഹം ചിലവഴിച്ച സ്വർണത്തിൻ്റെ കണക്കുകൾ ലോകം മുഴുവൻ അറിഞ്ഞിരുന്നു. ഇബ്നു ബത്തൂത്ത എത്തുമ്പോൾ മൻസ മൂസയുടെ സഹോദരനായ മൻസ സുലൈമാനാണ് മാലി ഭരിക്കുന്നത്. മാലി സാമ്രാജ്യത്തിലെ കാഴ്ചകൾ അദ്ദേഹത്തെ വീണ്ടും അത്ഭുതപ്പെടുത്തി. അവിടുത്തെ ഭരണരീതി, ആളുകളുടെ ആചാരങ്ങൾ എല്ലാം വ്യത്യസ്തമായിരുന്നു. ഉദാഹരണത്തിന്, ഭരണാധികാരിയായ മൻസ സുലൈമാൻ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകൾ തലയിൽ മണ്ണുവാരിയിട്ടുകൊണ്ടാണ് അദ്ദേഹത്തോടുള്ള ബഹുമാനം പ്രകടിപ്പിച്ചിരുന്നത്. ഈയൊരാചാരം ഇബ്നു ബത്തൂത്തക്ക് വളരെ വിചിത്രമായി തോന്നി. അവിടുത്തെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ വലിയ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അവർക്ക് ശരീരം മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കണമെന്ന നിർബന്ധമൊന്നുമില്ലായിരുന്നു. ഇത് അദ്ദേഹത്തെ അല്പം അസ്വസ്ഥനാക്കി. പക്ഷേ അതേസമയം ആ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അദ്ദേഹം ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. അവിടെ മോഷണമോ മറ്റു കുറ്റകൃത്യങ്ങളോ വളരെ കുറവായിരുന്നു.
ആരും തങ്ങളുടെ സാധനങ്ങൾ മോഷണം പോകുമോ എന്ന് ഭയന്നിരുന്നില്ല. അത്രയ്ക്ക് ശക്തമായിരുന്നു അവിടുത്തെ നിയമങ്ങൾ. മാലി സാമ്രാജ്യത്തിൽ ഏകദേശം 1 വർഷത്തോളം ചിലവഴിച്ച ശേഷം ഇബ്നു ബത്തൂത്ത തൻ്റെ അവസാനത്തെ മടക്കയാത്ര ആരംഭിച്ചു. ഇത്തവണത്തെ മടക്കം ഒരു യഥാർത്ഥ മടക്കമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സഞ്ചാരിക്ക് തൃപ്തിയായിരുന്നു. ലോകത്തിൻ്റെ കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെയും വടക്കു മുതൽ തെക്കുവരെയും അദ്ദേഹം സഞ്ചരിച്ചിരിക്കുന്നു. 1354 മൊറോക്കോയിലെ ഫെസ് നഗരത്തിൽ അദ്ദേഹം തിരിച്ചെത്തി. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അവിടുത്തെ സുൽത്താനായ അബൂ ഇനാൻ ഫാരിസിൻ്റെ ചെവിയിലും എത്തിയിരുന്നു. സുൽത്താൻ അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ഇബ്നു ബത്തൂത്ത തൻ്റെ യാത്രകളെക്കുറിച്ച് വിവരിക്കുന്നത് കേട്ട് സുൽത്താൻ അത്ഭുതപ്പെട്ടുപോയി. ഈ കഥകൾ വരും തലമുറയ്ക്കായി രേഖപ്പെടുത്തി വെക്കണമെന്ന് സുൽത്താന് തോന്നി. അങ്ങനെ സുൽത്താൻ്റെ നിർദ്ദേശപ്രകാരം ഇബ്നു ജുസൈ എന്ന ഒരു യുവ പണ്ഡിതനെ ആ ചുമതല ഏൽപ്പിച്ചു. ഇബ്നു ബത്തൂത്ത മാസങ്ങളോളം തൻ്റെ ഓർമ്മച്ചിപ്പിൽ നിന്ന് ഓരോ കഥകളായി പറഞ്ഞു. ഇബ്നു ജുസൈ അതെല്ലാം ഭംഗിയുള്ള ഭാഷയിൽ എഴുതിയെടുത്തു. ആ പുസ്തകത്തിന് അവർ പേരിട്ടു രഹ്ല, യാത്ര. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇബ്നു ബത്തൂത്ത എന്ന ലോകസഞ്ചാരിയുടെ കഥകൾ ഒരുപക്ഷേ കാലത്തിൻ്റെ മണലാരണ്യത്തിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയാനേ. അങ്ങനെ വർഷങ്ങളോളം നീണ്ട ആ മഹായാത്ര ഒരു പുസ്തകത്തിൻ്റെ താളുകളിൽ അവസാനിച്ചു. അതിനുശേഷം ഇബ്നു ബത്തൂത്ത മൊറോക്കോയിലെ ഒരു ചെറിയ പട്ടണത്തിൽ ന്യായാധിപനായി ശിഷ്ടകാലം ജീവിച്ചു. ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയ ആ കാലുകൾക്ക് ഒടുവിൽ വിശ്രമം ലഭിച്ചു. തിരക്കേറിയ നഗരങ്ങളും വിജനമായ മരുഭൂമികളും പ്രക്ഷുബ്ധമായ കടലുകളും കണ്ട ആ കണ്ണുകൾ ഒടുവിൽ അടഞ്ഞു. അദ്ദേഹം തൻ്റെ യാത്രകൾ അവസാനിപ്പിച്ചു. നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ യാത്രയും ഇവിടെ അവസാനിക്കുകയാണ്. ഇബ്നു ബത്തൂത്തയുടെ കഥ കേട്ട് ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സും പല നാടുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇനി ആ യാത്രകൾക്ക് വിരാമമിടാം. പുറത്തെ ലോകം നിശബ്ദമായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുറിയിലെ സുരക്ഷിതത്വത്തിൽ, പുതപ്പിൻ്റെ ചൂടിൽ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകാനുള്ള സമയമാണിത്. ഡൽഹിയിലെ സുൽത്താൻ്റെ കൊട്ടാരത്തിലെ ഭയമോ അറബിക്കടലിലെ കൊടുങ്കാറ്റിൻ്റെ ശബ്ദമോ ഇനി നിങ്ങളുടെ ഉറക്കത്തെ ശല്യപ്പെടുത്തേണ്ട. അതെല്ലാം 700 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥകളാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങളും ഈ നിശബ്ദതയും പതിയെ നിങ്ങളെ തഴുകി വരുന്ന ഉറക്കവും മാത്രം. ഇനി ഈ കഥയുടെ ഓർമ്മകൾ പതിയെ മാഞ്ഞു പോകട്ടെ. നിങ്ങളുടെ മനസ്സ് ശാന്തമാകട്ടെ. ഈ ദിവസത്തെ എല്ലാ ചിന്തകളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും സ്വതന്ത്രമായി നല്ലൊരു ഉറക്കത്തിലേക്ക് വഴുതി വീഴൂ. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാനൊരു നല്ല ശുഭരാത്രി നേരുന്നു.